ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കുടലിന്റെ മാനസിക വ്യാപാരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് പഠിച്ചത്. പിന്നെ അതിന്റെ ആരോഗ്യത്തെ കുറിച്ച് എന്താണ് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്, എങ്ങനെയായിരിക്കണമെന്നെല്ലാം സെൻസർ നമ്മൾ സംസാരിക്കും. എല്ലാവരുടെയും പേരിൽ സെൻസറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സെൻസർ, യുവർ വെൽക്കം. താങ്ക് യു സാബു സർ. ആൻഡ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കി അല്ലേ? നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണ് കുടൽ. സെക്കൻഡ് ബ്രെയിനിന് ഫസ്റ്റ് ബ്രെയിനുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബ്രെയിനിന്റെ കുറെ ആക്ടിവിറ്റീസിൽ അതിനെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട്. ഇൻക്ലൂഡിങ് നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികളുടെ പോലും ഇപ്പോൾ പരീക്ഷ സമയമാണ്. അപ്പൊ പരീക്ഷ പേടിയെ പറ്റിയൊക്കെ പല ആൾക്കാരും സംസാരിക്കാറുണ്ട്, പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റും കൗൺസിലിംഗ് വിഭാഗവും ഒക്കെ സ്കൂളിൽ. അപ്പൊ അവരുടെയൊക്കെ ഭക്ഷണമായിട്ട് അവരുടെ അന്നത്തെ സൈക്കോളജിക്ക് അല്ലെങ്കിൽ അന്ന് അവരുടെ മാനസിക വ്യാപാരങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മുടെ ഫർദർ ആക്ഷൻ, കുട്ടികളുടെ ആയാലും പാരന്റ്സിന്റെ ആയാലും. ഓക്കെ, ഇന്ന് നമുക്ക് അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് പോകാം, ഒപ്പം എങ്ങനെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാമെന്നും. സോ അതിനായിട്ട് ഞാനൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ എടുക്കട്ടെ. ഓക്കെ, സ്ലൈഡ് ഷോ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാം. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ലൈഡാണ്. ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു പോവാം. ഒരുപക്ഷെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എങ്ങനെയാണ് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നത്, ഗട്ട് ആൻഡ് ബ്ലഡ് സ്ട്രീം എങ്ങനെയാണ്, 3 തരത്തിലുള്ള ബ്രെയിൻ ഉണ്ടെന്ന് കണ്ടു, ഇമോഷൻസ് ആൻഡ് ഗട്ടിനെ എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് എന്നുള്ളത് കണ്ടു. അതിനിടയിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ പറ്റി കുറച്ചൊക്കെ മനസ്സിലാക്കി. ഒപ്പം നെർവസ് സിസ്റ്റം നമ്മുടെ 2 പ്രധാനപ്പെട്ട വ്യവസ്ഥ വഴി റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റും അതുപോലെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റും ആ ഒരു റെസ്പോൺസ് വഴി നമ്മളെ എങ്ങനെയാണ് ഓരോ സ്ട്രെസ്സേഴ്സിനെയും കാണുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടു. അതിനു വേണ്ടിയിട്ട് വാഗസ് നെർവ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കണ്ടു. എൻറ്ററിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കുടലിനകത്തുള്ള ഒരു കംപ്ലീറ്റ് ന്യൂറോ പാത്വേ അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ ഒരു കളക്ഷനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു, കുറച്ചൊക്കെ മനസ്സിലാക്കി. അതിൽ തന്നെ അറൌണ്ട് 100 ട്രില്യൺ ന്യൂറോൺസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ എങ്ങനെയാണ് നമ്മളെ ടോട്ടൽ മൂവ്മെന്റിനെ അതുപോലെ തന്നെ ആരോഗ്യത്തിനെയൊക്കെ സഹായിക്കാൻ പറ്റുക എന്നുള്ളത് കൊണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗട്ട് ബ്രെയിൻ ആക്സിസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോണിനെ പറ്റി മനസ്സിലാക്കി. ഗട്ട് ആൻഡ് സ്ലീപ്പ്, ചില പ്രധാനപ്പെട്ട നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സുമായിട്ട് എങ്ങനെ അത് കണക്ട് ആവുന്നു, ഗട്ട് ആൻഡ് ഫുഡ്, അതുപോലെ തന്നെ ഗട്ട് ആൻഡ് സ്ട്രെസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഫിസിക്കൽ എക്സസൈസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഓക്കെ, കുടലിന്റെ ആരോഗ്യത്തിന് എന്ത് വേണമെന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം മനസ്സിലാക്കാം, അടുത്ത ആഴ്ച. എഗെയിൻ വൈ കുടലിന്റെ ആരോഗ്യം ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ടോ? ഉണ്ട് എന്ന് പണ്ട് തന്നെ, എത്രയോ കൊല്ലം മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഹിപ്പോക്രാറ്റസ് പറഞ്ഞിട്ടുണ്ട്, ഓൾ ഡിസീസസ് ബിഗിൻസ് ഇൻ ദ ഗട്ട്. ആക്ച്വൽ ഓൾ ഡിസീസസ് അവിടുന്നാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടുന്നാണ് അതിന്റെ തുടക്കമെങ്കിൽ, എല്ലാ രോഗങ്ങളുടെയും നിവാരണവും അവിടുന്ന് തുടങ്ങണ്ടേ? അല്ലെങ്കിൽ എല്ലാ ഓർഗൻ സിസ്റ്റത്തിന്റെയും അവയവ വ്യവസ്ഥയുടെയും ആരോഗ്യം തുടങ്ങേണ്ടതും ഇതേ ഗട്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ലേ? ഹെൽത്തി ഗട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രധാനപ്പെട്ട ചില ഓർഗൻ കണക്ഷൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിക്കാം. ഗട്ട് ആൻഡ് ബ്രെയിൻ, അതാണ് പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയത്. പക്ഷെ ഇതുകൊണ്ട് തീരുന്നില്ല. ഗട്ട് ആൻഡ് ബ്രെയിൻ കൂടാതെ തന്നെ നമ്മുടെ മറ്റ് പല അവയവ വ്യവസ്ഥകളെയും അത് സ്വാധീനിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് ഇമ്മ്യൂണിറ്റി ആയിരിക്കും. ലാമിന പ്രോപ്രിയ എന്ന് പറയുന്ന നമ്മുടെ ഗട്ടിന്റെ ലെയർ, ഏറ്റവും താഴത്തെ ലെയർ, ഒരു കുടലിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് പല ലെയേഴ്സും ഉണ്ട്. അതിൽ ഏറ്റവും താഴത്തെ ലെയർ ആണ്
ലാമിന പ്രോപ്രിയ എന്ന് പറയുന്നത്. ഈ ഒരു ലെയറിൽ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവുന്നത്. ഓക്കെ, അത് ഈവൻ തൈറോയിഡിന്റെ റിലേറ്റഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് പോലെയുള്ള രോഗങ്ങൾ ആയിക്കോട്ടെ, അവസ്ഥകളിലൊക്കെ ഇതാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഒന്ന് മെറ്റബോളിസം ആയിട്ട്, നമ്മുടെ മെറ്റബോളിക് ഫംഗ്ഷനുമായിട്ട് ജനറലി മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയിഡ് തുടങ്ങിയിട്ട് കുറെ ഗ്ലാൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ആഹാരം എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, ആ ഡൈജസ്റ്റ് ചെയ്ത ആഹാരം എങ്ങനെ നമ്മളത് ഒന്നുകിൽ സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പല അവയവങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അതും അല്ലെങ്കിൽ എനർജി യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിലൊക്കെ കൂടിയിട്ട് തീർച്ചയായിട്ടും വയറിനാണല്ലോ സ്വാധീനം വരിക, അല്ലെ? പിന്നെ ഒന്ന് തൈറോയിഡ്. തൈറോയിഡ് ഒരു ഗ്ലാൻഡ് ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ഹോർമോൺസ് പറയുകയാണെങ്കിൽ T3, T4 ആണ്. ഈ T3, T4ന്റെ ഹോർമോൺസ് തീർച്ചയായിട്ടും അതിന്റെ ഫ്രീ T3, T4 കൺവേർഷനിലേക്ക്, മീൻസ് നമ്മുടെ ആക്റ്റീവ് ഫോമിലേക്ക്, ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഗട്ടിന് വലിയ എഫക്റ്റ് ഉണ്ട്. ഓക്കെ, സ്കിൻ, വയറിനകത്ത് ഒരുപാട് ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഒരു വലിയ കോളനി തന്നെയുണ്ട്, മൈക്രോ ഓർഗാനിസംസ്. ഈ മൈക്രോബയോം അവിടെ വയറിനകത്ത് നിൽക്കാൻ പറ്റില്ലെങ്കിൽ അത് ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും പോകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്കിന്നായിരിക്കും. കാരണം സ്കിൻ ഡിസീസസ് ഇൻക്ലൂഡിങ് ചില ആക്നെ, മുഖക്കുരു പോലുള്ള ചില കാര്യങ്ങൾ പോലും പലപ്പോഴും നമ്മുടെ വയറിന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഹോർമോൺ റിയാക്ഷൻ മാത്രമായിട്ട് അതിനെ കാണരുത്, അല്ലെങ്കിൽ പൊടി വരുന്നതുകൊണ്ട് മാത്രമായിട്ട് അതിനെ കാണരുത്. ചിലപ്പോഴൊക്കെ അത് നമ്മുടെ വയറിനകത്ത് ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടും ആവാം. അതുപോലെ തന്നെ ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കണക്ഷൻസ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി റിസർച്ചും ഒത്തിരി വർഷങ്ങളോളം പഠിച്ചിട്ടും അതിനുശേഷമാണ് ഇതിന്റെ പല എഫക്റ്റും പറയുന്നത്. അപ്പൊ ഹേർട്ടുമായിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? COPD പോലുള്ള, ഈവൻ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിക്കാം. ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് COPD പോലെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. ഇതിലൊക്കെ ഡയറക്റ്റ് കണക്ഷൻസ് ഈ ഒരു വയറിന്റെ ആരോഗ്യത്തിനുണ്ട്. ലിവർ സീറോസിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുടലിന്റെ ആരോഗ്യം ശരിയല്ല എന്നുള്ളതായിരിക്കാം. ജസ്റ്റ് ആൽക്കഹോൾ എന്നുള്ളതിലേക്ക് മാത്രം അല്ലാതെ ഈ നോൺ ആൽക്കഹോളിക് സീറോസിസിലൊക്കെ സംഭവിക്കുന്നത് ഒരുപക്ഷെ കുടലിന്റെ ആരോഗ്യം മുതൽ നമ്മൾ റിപ്പയറിങ് തുടങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഫാറ്റി ലിവറിനെ പറ്റി കഴിഞ്ഞ ദിവസം എടുത്ത സമയത്തും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. കിഡ്നി പ്രോബ്ലംസ്, ക്രോണിക് കിഡ്നി പ്രോബ്ലംസ് ഒക്കെ പലപ്പോഴും ഈ വയറിനകത്തുള്ള പല വ്യവസ്ഥകളുടെയും ശരിയില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാകാം. ബോൺ ഹെൽത്ത്, ഓസ്റ്റിയോപീനിയ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇതുപോലുള്ള കണ്ടീഷൻസിൽ പലപ്പോഴും നമ്മുടെ കാൽസ്യം അബ്സോർപ്ഷനും അല്ലെങ്കിൽ അസിമിലേഷനും ഒക്കെ ശരിയാവാത്തതാണെങ്കിൽ അവിടെ വരുന്ന ഒരു പ്രശ്നം ഈവൻ വൈറ്റമിൻ K പോലെയുള്ള അതിന്റെ സ്വാധീനം കൊണ്ട് വരുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഹോർമോൺസ്, നമ്മുടെ കുടലിലെ പല ബാക്ടീരിയകളും സീനോ ഈസ്ട്രജൻ പോലെയുള്ള സീനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XCNO, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഹോർമോൺ അല്ല, പക്ഷെ അതിനെ മിമിക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ചില കെമിക്കൽ കോമ്പോസിഷൻ ആണ്. അപ്പൊ അതിനെ മെറ്റബോളൈസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് നമ്മുടെ മൈക്രോബയോം. അപ്പൊ അവിടെ ഈസ്ട്രജൻ ഇംബാലൻസ് വരുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് തുടങ്ങുന്നത് ജസ്റ്റ് ഓവറിലോ യൂട്രസിലോ മാത്രമായിട്ട് കണക്കാക്കേണ്ട, അത് ഈവൻ നമ്മുടെ വയറിൽ നിന്ന് പോലും ആവാം. അതുപോലെ മറ്റു പല ഹോർമോണും ഓൾറെഡി ഉണ്ട്, ഇൻസുലിനോ അല്ലെങ്കിൽ മറ്റു പല ഹോർമോണുകളുടെ വ്യവസ്ഥയും നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഓൾറെഡി അറിയാം. പക്ഷെ ഇത്രമാത്രം സ്ട്രക്ചേർഡ് ആയിട്ട് പല ഓർഗൻസിനെ, പല അവയവങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ള നമ്മുടെ കുടൽ, അത് ജസ്റ്റ് ആ ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ എന്നുള്ളതിൽ കവിഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ആരോഗ്യം നോക്കണ്ടേ? ഇനി അതാണ് ചോദ്യം. അപ്പൊ നോക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും? ഇവിടെ ഞാൻ ജസ്റ്റ് ആ മൈക്രോബയോമിന്റെ ഫങ്ഷൻസ്, പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ എന്താണെന്ന്
എടുത്തു പറയാം. ഇപ്പൊ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വയറിനകത്ത് നമ്മൾ കഴിച്ചിട്ട് ഇനി ദഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ന്യൂട്രീഷണൽ അബ്സോർപ്ഷൻ പറ്റാത്ത പല സാധനങ്ങളും ഉണ്ടെങ്കിൽ അതിനെ ഫെർമെന്റ് ചെയ്ത് നമ്മുടെ ഒന്നുകിൽ യൂസ്ഫുൾ ആക്കി മാറ്റുന്നത്. യൂസ്ഫുൾ ആക്കി മാറ്റുന്നത് എങ്ങനെയാ? SCFA ഫാറ്റി ആസിഡ്സ്, സ്മോൾ ചെയിൻ ഫാറ്റി ആസിഡ്സ് വഴിയാണ്. ഈ ഫാറ്റി ആസിഡ്സ് ബ്യൂട്ടറേറ്റും അസറ്റേറ്റും ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കുടലിന്റെ ആരോഗ്യത്തിന് തന്നെ സപ്പോർട്ട് ചെയ്യും, അതല്ലെങ്കിൽ ലിവറിന്റെ ആരോഗ്യത്തിന് സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ പല ഈവൻ നമ്മുടെ മസ്കുലാർ ഫോർമേഷന് പോലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല സ്മോൾ ചെയിൻ ഫാറ്റി ആസിഡ്സും SCFAസും അവരുണ്ടാക്കുന്നുണ്ട്. ആര്? നമ്മുടെ ഫ്രണ്ട്ലി ബാക്ടീരിയ. അപ്പൊ ഫെർമെന്റേഷൻ, ഈവൻ സെല്ലുലോസ് ഫെർമെന്റ് ചെയ്യുന്നത്, അത് പ്ലാന്റ് സെല്ലുലോസ് സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ ദഹിക്കാത്ത സാധനമാണ്. അതുപോലെ തന്നെ ചില ഫൈബർ നമ്മുടെ ശരീരത്തിൽ ഓൺലി ആ ഒരു ഫുഡ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്സിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യണം? അതൊന്നുകിൽ ഫെർമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകണം, അല്ലെ, എക്സ്ക്രീറ്റ് ആവണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രധാനമായിട്ട് നമ്മുടെ മൈക്രോബയോം ഹെൽപ്പ് ചെയ്യും. പലതരത്തിലുള്ള ഒരു ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇതിന്റെ ഒക്കെ ഒരു കോളനി. ഓക്കെ, സപ്പോർട്ട്സ് മെന്റൽ ഹെൽത്ത്. ഓൾറെഡി അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇമ്മ്യൂൺ സിസ്റ്റം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ പറ്റി ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ അവിടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നല്ലൊരു ഇമ്മ്യൂണിറ്റിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വയറിന്റെ സ്ഥിതി ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഒരു ഫാക്ടർ ആയിരിക്കാം പലപ്പോഴും നമ്മുടെ പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഈവൻ ആയുർവേദത്തിൽ പ്രധാനമായിട്ട് വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊസീജിയേഴ്സിൽ തുടക്കം തന്നെ, അല്ലെ? സീനോബയോട്ടിക് മെറ്റബോളിസം. ഞാനിപ്പോ പറഞ്ഞ പല കെമിക്കൽസും ആ കെമിക്കൽസിനെ മെറ്റബോളൈസ് ചെയ്യാൻ കഴിവുള്ള ഒത്തിരി ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിലുണ്ട്. 30ഓളം പ്രധാനപ്പെട്ട കെമിക്കൽസ് ആണ് ഇത് റിമൂവ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിന് മാത്രമല്ല ഈ ടോക്സിൻ റിമൂവൽ അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള കെമിക്കൽസിന്റെ റിമൂവൽ ഫംഗ്ഷൻ വരുന്നത്, ഈവൻ നമ്മുടെ ഗട്ട് മൈക്രോബയോം കൂടി അത് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ സിന്തസിസ്. പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി. വൈറ്റമിൻ ബി കോംപ്ലക്സ് തന്നെ B1, B12 അല്ലെങ്കിൽ ഈ ഓൾമോസ്റ്റ് 7 തരത്തിലുള്ള വൈറ്റമിൻ ബി തന്നെ നമ്മുടെ ഗട്ട് മൈക്രോബയോമിന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ വൈറ്റമിൻ B12 ഒക്കെ ഇപ്പം വളരെ കൂടുതലായിട്ട് ഡെഫിഷ്യൻസി കാണാറുണ്ട്. പല ക്ലയൻസിനോടും പറയുന്ന സമയത്ത് അവര് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരുടെ വയറും തീർച്ചയായും ഒട്ടും ശരിയല്ലാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ മേ ബി മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട്. അതുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിൽ വൈറ്റമിൻ B12 പോലും ഇപ്പൊ കുറവായിട്ടെന്ന് കാണാൻ പറ്റും. ഇതിന് ഫങ്ഷൻസ് എന്തൊക്കെയാ? നമ്മുടെ എനർജി, മെറ്റബോളിസം ഇതുപോലെയുള്ളത് കൂടാതെ ഇൻക്ലൂഡിങ് ന്യൂറോ പാത്വേ പോലും വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ബി ആവശ്യമുണ്ട്. വൈറ്റമിൻ കെ മൈക്രോബയോം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ്. ഈ വൈറ്റമിൻ കെ എന്താണ് ചെയ്യുന്നത് ശരീരത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം അബ്സോർപ്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി വേണം, ശരിയാണ്. പക്ഷെ ഈ അബ്സോർബ് ചെയ്ത വൈറ്റമിനെ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്ത കാൽസ്യത്തിനെ നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് കൊണ്ടുപോയി വെക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരുപക്ഷെ വൈറ്റമിൻ K2 ആണ്. അപ്പോൾ K2 കുറയുന്ന സമയത്ത് ഓസ്റ്റിയോപോറോസിസ്, ബോൺസിന്, എല്ലുകൾക്ക് ഹോൾസ് വരുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളോ അല്ലെങ്കിൽ ആ ഒരു തേനീച്ചയുടെ കൂട് പോലെ ഇങ്ങനെ വല പോലെ വരുന്നത് ഒരവസ്ഥ ഉണ്ടാവാം. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് പാത്തോജനിക് കോളനൈസേഷൻ. പാത്തോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശരിയാണ്, നമ്മുടെ ശരീരത്തിൽ പല ബാക്ടീരിയകളും ഉണ്ട്. ഈ ബാക്ടീരിയകളിൽ ചിലവ തീർച്ചയായിട്ടും നമ്മുടെ മോശം ബാക്ടീരിയ എന്ന് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ജീവികളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ മോശമായിട്ടുള്ള ബാക്ടീരിയകൾ അത് അതിൻ്റെതായിട്ടുള്ള ഒരു കോളനി ഉണ്ടാക്കിയിട്ട് അവിടെ വളരെ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നല്ല ബാക്ടീരിയക്ക് അവിടേക്ക് പ്രവേശനം കുറയും. ഓട്ടോമാറ്റിക്കലി അതൊരു പാത്തോജൻ മീൻസ് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവ കാരണമാവും. ഓൾറെഡി നമ്മുടെ
വയറിനകത്തുള്ള പല സാധനങ്ങളും ഓൾമോസ്റ്റ് നമ്മുടെ അന്ന് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു 85% നല്ല ബാക്ടീരിയയും 15% മോശം ബാക്ടീരിയ ആണെങ്കിൽ ഈ മോശം ബാക്ടീരിയയുടെ കോളനി കൂടുതലാവുന്ന സമയത്ത് അത് നമ്മുടെ രോഗാവസ്ഥയ്ക്ക് ആക്കം കൂട്ടും, അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറും. ഓക്കെ, ഈവൻ ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടെ ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉള്ള ജലദോഷം, പനി അല്ലെങ്കിൽ ചുമയൊക്കെ പെട്ടെന്ന് വരുന്ന ആൾക്കാരുടെ വയറുമായിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രായമുള്ളവരുടെ ഈ എല്ല് സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ളവരുടെ വയറുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ പല സ്ഥലത്തും കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തും തന്നെ ഈവൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ അറിയാവുന്ന കുറെ കാര്യങ്ങളിൽ പെടുന്നു. സോ എങ്ങനെയാണ് ഇതിനൊരു കോംപ്രമൈസ് വരുന്നത്, നമ്മളെ ഗട്ട് ഹെൽത്ത് എപ്പോഴാണ് കോംപ്രമൈസ് ആവുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ആൽക്കഹോൾ ഒരു പ്രധാനപ്പെട്ട കാരണമാവാം, റിഫൈൻ ഷുഗർ ഒരു പ്രധാനപ്പെട്ട കാരണമാവാം. ഈ റിഫൈൻ ഷുഗറും ആൽക്കഹോളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 0 കലോറി ഫുഡിൽ പെടുന്നതാണെന്ന് പറയാറുണ്ട്. 0 കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസബിൾ എനർജിയുടെ ഫോം കുറവാണ് അതില്. ഷുഗർ എങ്ങനെയാണോ, തീർച്ചയായിട്ടും ഹൈ ക്വാണ്ടിറ്റിയിൽ നമ്മൾ റിഫൈൻ ഷുഗർ കഴിക്കുന്ന സമയത്ത് ഇതേ അവസ്ഥയാണ് ഉണ്ടാവുന്നത്. കുറച്ച് നമ്മൾ യൂസ് ചെയ്യും, ബാക്കിയുള്ളത് അൺയൂസബിൾ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പോകും. കഫേന്റെ അളവ് കൂടുന്നത്, കുറച്ച് കഫേൻ ആണെങ്കിൽ അത് എനർജൈസർ ആണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേ സമയത്ത് അതിന്റെ മോഡറേഷൻ അല്ലാതെ വളരെ ഹൈ ക്വാണ്ടിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓയിൽസ് ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റ്, അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, ഡയറി പ്രൊഡക്ട്സ് ഒക്കെ. യെസ്, ചില ആൾക്കാരിൽ ഈ ഗട്ട് മൈക്രോബയോമിന്റെ ആ ഒരു ബാലൻസ് തെറ്റിക്കാൻ പാലോൽപ്പന്നങ്ങളും വലിയ ഒരു കാരണമാവാറുണ്ട്. എല്ലാ പാലോൽപ്പന്നങ്ങളും അതിൽ പെടുന്നില്ല, പ്രത്യേകിച്ചും നെയ്യും മോരും ഒക്കെ അതിനകത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം. ബട്ട് ആസ് എ ഹോൾ നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ ഡയറി പ്രൊഡക്ട്സും അതിൽ വരുന്നു. മീറ്റ് പ്രൊഡക്ട്സ്, പലപ്പോഴും മീറ്റ് പ്രൊഡക്ട്സിന് നമ്മുടെ ശരീരത്തിലെ ഈ ഒരു മൈക്രോബയോമിനെ അതുപോലെ തന്നെ കുടലിന്റെ ആരോഗ്യത്തിനെ മൊത്തത്തിലൊന്ന് ബുദ്ധിമുട്ടാക്കാൻ കഴിവുണ്ട്. അത് മീറ്റിന്റെ മാത്രം കഴിവല്ല, നമ്മളത് കുക്ക് ചെയ്യുന്ന മെത്തേഡും ഒക്കെ അതിനകത്ത് പ്രശ്നക്കാരനാണ്. അതുപോലെ തന്നെ പുവർ സ്ലീപ്പ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. പുവർ സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സിർക്കാഡിയൻ റിതം തെറ്റുന്നത്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ ഈവൻ മറ്റു പല ഫാക്ടേഴ്സും, സ്ട്രെസ് കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് ഒട്ടും വ്യായാമം ഒട്ടും നമ്മൾ നോക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഫക്ട് ചെയ്യുമ്പോൾ മെന്റൽ ഹെൽത്തും ലാക്ക് ഓഫ് സ്ലീപ്പും, ഉറക്കമില്ലായ്മ, മറ്റ് ഓൾറെഡി നമുക്കുള്ള ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ മറ്റു പല ഭക്ഷണങ്ങളും മറ്റു പല മെത്തേഡുകളും കൂടി അതിനെ ആഡ് ഓൺ ആകുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഫുഡ് അലർജി അല്ലെങ്കിൽ ഫുഡ് ഇൻടോളറൻസ് ഉണ്ടാവാം. അലർജി എന്ന് പറയുന്നത് അതിന്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ആണ്. അതേസമയത്ത് ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് ചില പ്രത്യേക സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും, അയ്യോ അത് ശരിയായില്ല വയറിന്. അങ്ങനെയുള്ള സാധനങ്ങള് കൂടെ കഴിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒട്ടും വിട്ടുകളയാത്ത ചില ആൾക്കാരിൽ തക്കാളി അലർജി ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഇൻടോളറൻസ് ആയിട്ടുണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള ആള് തക്കാളി തന്നെ പിന്നെ കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ആ ഇൻടോളറൻസ് എന്തിനോടാണ്, അതിനെ ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ടെമ്പററി എങ്കിലും റിമൂവ് ചെയ്യുന്നത്, മീൻസ് ആ മൈക്രോബയോം ബാലൻസ് വരുന്നവരെയെങ്കിലും അല്ലെങ്കിൽ ഹെൽത്തി ഗട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെയെങ്കിലും നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. സോ നോർമലി നമുക്ക് തോന്നുന്നത് ഈ വയറിന്റെ ആരോഗ്യം ശരിയില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം, ബ്ലോട്ടിങ് പോലെയുണ്ട് സെൻസേഷൻ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് തിരിച്ച് ഒരു ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവുന്ന പോലെ ആയിരിക്കാം. ഇങ്ങനെയുള്ള കൂടാതെ ഒരു പക്ഷേ കോൺസ്റ്റിപ്പേഷനും പറയുന്നുണ്ടാവാം കംപ്ലൈന്റ്. എന്നാൽ പല ആൾക്കാരിലും ആ പൂവർ ഗട്ട്, ആ ഗട്ട് ഹെൽത്ത് ശരിയല്ലെങ്കിൽ, ആരോഗ്യം ഇല്ലെങ്കിൽ മറ്റ് പല ഇഷ്യൂസിലേക്കും അതെത്തും, ഇൻക്ലൂഡിങ് വെയിറ്റ് ഗെയിൻ. കുടല് ബെല്ലി ഫാറ്റ്, കുടലിൻ്റെ അടുത്ത് ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുക. അതുപോലെ തന്നെ ചിലപ്പോഴ് പെട്ടെന്ന് ബ്രെയിൻ ഫോഗ് എന്ന് പറയും, പെട്ടെന്നൊരു മങ്ങൽ, അല്ലെങ്കിൽ നമുക്ക് ആ കണക്ടിവിറ്റി ഒന്ന് മിസ്സാവുക. അതുപോലെ തന്നെ ആങ്സൈറ്റി പ്രോബ്ലംസ്,
എനർജി ലോസ്, ഫാറ്റിക് പെട്ടെന്ന് ഉണ്ടാവുക, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ്, മറ്റ് പ്രശ്നങ്ങളിലേക്ക് അത് എത്തുന്നുണ്ട്. സോ നമ്മുടെ ഈ ഗട്ട് ലൈനിങ്ങും അതുപോലെ തന്നെ അവിടെയുള്ള ബാക്ടീരിയാസും അല്ലെങ്കിൽ ആ മൈക്രോബയോമിനെ ഇതിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. സോ ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ഡൈജഷനെ. നല്ല ഡൈജഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ന്യൂട്രീഷൻ അബ്സോർപ്ഷനും നന്നായിട്ടുണ്ടാവും. ആകെ വയറിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവും ഈ ന്യൂട്രീഷൻ അബ്സോർപ്ഷനായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണ്. നർച്ചർ യുവർ ഗട്ട്. അതിന് വേണ്ട രീതിയിൽ പോഷണവും പരിപോഷിപ്പിക്കലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാം യുവർ ബിസി മൈൻഡ്. സ്ട്രെസ് കൂടുന്ന സമയത്ത് അത് രണ്ട് രീതിയിൽ, ഒന്ന് വയറ് ശരിയില്ലെങ്കിൽ സ്ട്രെസ് കൂടും, സ്ട്രെസ് കൂടുതലാണെങ്കിൽ വയറ് ശരിയല്ലാതാവും. നമ്മളൊരു ഹാബിറ്റുവേഷനിൽ പോകുമ്പോൾ എപ്പോഴും ആ ഒരു സ്ട്രെസ്സറിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇന്ന് മടി കാണിക്കുന്നുണ്ടാവും. നറിഷ് യുവർ ബോഡി ആൻഡ് മൈക്രോബയോം. നറിഷ് യുവർ ബോഡി എന്നാ പറഞ്ഞത്, ജസ്റ്റ് ഗട്ട് മാത്രമല്ല. ഇതാണ് ശരിക്കും നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗട്ട് ഹെൽത്തിൽ വരുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച് നോക്കുകയാണെങ്കിൽ 5R അപ്രോച്ചസ് എന്നാണ് പറയുന്നത്. ഇത് ഒരു ഫങ്ഷണൽ മെഡിസിൻ അപ്രോച്ചിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മുടെ വയറിന്റെ ആരോഗ്യം ഏറ്റവും ബെറ്റർ ആകാൻ പറ്റുക. അതിൽ ഒന്നാമത്തത് റിമൂവ്. എന്താണ് 5Rs എന്നാ പറയുന്നത്? അതിൽ ഒന്നാമത്തെ ആറാണ് റിമൂവ്. എന്താണോ നമ്മുടെ മൈക്രോ ഓർഗാനിസംസിനെ മോശമാക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ കോളനിയെ ഇംബാലൻസിൽ എത്തിക്കുന്നത്, അത് റിമൂവ് ചെയ്യുക. അതൊരു പക്ഷെ നമ്മുടെ ഭക്ഷണമായിരിക്കാം, ചിലപ്പോൾ ചില മെഡിക്കേഷൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഈവൻ ഗ്ലൂട്ടൻ പോലെയുള്ള, മീൻസ് ഗോതമ്പിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രത്യേക ഐറ്റമാണ് ഗ്ലൂട്ടൻ. ഈ ഗ്ലൂട്ടൻ പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അപ്പൊ നോർത്ത് ഇന്ത്യയിലേക്കോ തീർച്ചയായിട്ടും അവർ ഒഴിവാക്കേണ്ടി വരും. ആർക്കാണ് പ്രശ്നമുള്ളത്? ഇഷ്യൂ ആർക്കും സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണം ഒഴിവാക്കാൻ ഇപ്പോ നോർത്ത് ഇന്ത്യയിൽ ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല ആൾക്കാരും അവിടെ ദീപാവലി സമയത്ത് 10 ദിവസത്തേക്ക് ഫാസ്റ്റിംഗ്, 10 ദിവസത്തേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ആ 10 ദിവസം അറ്റ്ലീസ്റ്റ് അവര് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന ഒരു ഭക്ഷണം ഗോതമ്പാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അവർക്ക് പോസിബിൾ ആണെങ്കിൽ നമുക്ക് പറ്റില്ലേ? റീപ്ലേസ്. എന്താണോ ഇൻഡൈജഷൻ, മാലബ്സോർപ്ഷൻ ഉണ്ടാക്കുന്നത് ആ സാധനങ്ങളെ നല്ല കാര്യങ്ങളുമായിട്ട് റീപ്ലേസ് ചെയ്യുക. പ്ലസ് അതിന് റീസൺ മീൻസ് അതൊരു പക്ഷേ നമ്മുടെ എൻസൈംസിന്റെ എന്തെങ്കിലും കുറവുണ്ടായിരിക്കാം. സലൈവ നല്ല പോലെ ദഹനം നടക്കണമെങ്കിൽ നല്ല പോലെ ഉമിനീരുണ്ടാവണം. ഉമിനീരിനകത്തും പല എൻസൈംസും ഉണ്ട്. അതുപോലെ തന്നെ ചില പാൻക്രിയാറ്റിക് എൻസൈംസ് ആണ് നമ്മുടെ ശരിക്കും ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗമുള്ളത്. അപ്പൊ അതിലെന്തെങ്കിലും ബാലൻസ് തെറ്റുന്നതാണെങ്കിൽ അത് അവിടെ റീപ്ലേസ് ചെയ്യാം. ഇനോക്കുലേറ്റ്. ഇനോക്കുലേഷൻ എന്ന് പറയുന്നത് എന്താ? വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മുമ്പ് പറയാറുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ നമ്മുടെ ഗട്ട് മൈക്രോബയോമിനെ ഇംബാലൻസ് ചെയ്യിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള പ്രോബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട് അവിടെ ഇനോക്കുലേറ്റ് ചെയ്യുക. തിരിച്ച് അവിടെ നല്ല ബാക്ടീരിയാസിനെ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ കൂടുതൽ കൊടുക്കുക. പ്രോബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട് അവിടെ കൂടുതൽ ഹെൽത്തി ബാക്ടീരിയാസിനെ അല്ലെങ്കിൽ നല്ല ബാക്ടീരിയാസിനെ പ്രൊമോട്ട് ചെയ്യുക. റിപ്പയർ ഇൻറ്റസ്റ്റൈനൽ സെൽസ്. കുടലിനകത്തുള്ള സെല്ലിന്റെ ആരോഗ്യത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്യുക. അത് വില്ലേക്ക് മാത്രമല്ല, ടോട്ടൽ ആ ഒരു ലെയർ, അതുപോലെ തന്നെ നമ്മുടെ എൻറ്ററിക് നെർവസ് സിസ്റ്റം ഒക്കെ അതിനകത്ത് പെടുന്നതാണ്. ഗട്ട് മ്യൂക്കോസ. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണവും അതുപോലെ തന്നെ ഈ ബാക്ടീരിയയും അതുപോലെ നമ്മുടെ ഈ കുടലിന്റെ സെല്ലും കോശങ്ങളും തമ്മിലുള്ള ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ മ്യൂക്കോസൽ ബാരിയർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. അത് ഇമ്മ്യൂണിറ്റിയും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. റീബാലൻസ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണോ ബാലൻസ് തെറ്റിക്കിടക്കുന്നത് അതിനെ തിരിച്ച് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ആവശ്യമുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം. നോർമൽ ലൈഫ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പഠിച്ച് നല്ല രീതിയിലേക്ക് അതിന് എങ്ങനെ പോകണം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് അതിന്റെ അർത്ഥം. മോഡിഫൈ ഓൾ ദ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്.
അത് സാധാരണ പറയുന്ന 4 പില്ലേഴ്സ് മാത്രമായിട്ട് ഒതുക്കി നിർത്തുകയൊന്നും വേണ്ട. വെള്ളം കുടിക്കുന്നില്ലേ? കുടിക്കണം. എവിടെയാണോ, അതിപ്പോ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് വരുന്നുണ്ട്. എഫക്റ്റീവ്ലി ഡൈജസ്റ്റ് യുവർ ഫുഡ്. ഭക്ഷണം ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാൻ, അത് ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങൾ അന്താളിക്കൊന്നും വേണ്ട, എന്തും കഴിക്കാം നമുക്ക്. എല്ലാം മോഡറേഷനിലാണ്. അപ്പൊ ഈ ഡോനട്ട് കഴിക്കാൻ പറ്റുമോ? അത് ഷുഗർ അല്ലേ, അല്ലെങ്കിൽ അത് മൈദയല്ലേ? ഇറ്റ്സ് ഓക്കെ, ബട്ട് ഡൈജസ്റ്റ് ഇറ്റ് പ്രോപ്പർലി. എങ്ങനെ? ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് ഫുഡും ഡൈജഷനും ആയിട്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതൊരു ഡയറ്റിംഗ് അല്ല. നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ അറിഞ്ഞു കഴിക്കുക. അത് നമ്മുടെ ഭക്ഷണമാണ്, അത് നമ്മുടെ ഇന്ധനമാണ്, അത് നമ്മുടെ പോഷണമാണ്. ഇതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ അതിനെ വളരെ നല്ല രീതിയിൽ അറിഞ്ഞു കഴിക്കുക. എത്ര കഴിക്കുന്നുണ്ട്, എപ്പോഴാ കഴിക്കുന്നത്, എങ്ങനെയാ കഴിക്കുന്നത്, ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് അതിനകത്ത് പെടുന്നുണ്ട്. സോ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കഴിക്കുമ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് ഇത് കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ ബൈറ്റും അതിന്റെ ടേസ്റ്റ്, അതിന്റെ ആകൃതി, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കളർ, ഫ്ലേവർ ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണം കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഉണ്ടാവുന്ന ഗുണങ്ങളെ പറ്റി മനസ്സിലാക്കുക. ദോഷങ്ങളെ പറ്റി മനസ്സിലാക്കി എല്ലാം ഒഴിവാക്കണം എന്നല്ല. ഏത് ഭക്ഷണമായാലും, ഈവൻ നമ്മൾ ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നതായാലും പോലും അതിനും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിടെ കൺട്രോൾ ഉണ്ടാവും. നമ്മൾ അത് മനസ്സിലാക്കാതെ കഴിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കൺട്രോൾ തെറ്റുന്നത്. സോ മൈൻഡ്ഫുൾ ഈറ്റിങ്ങിന്റെ വേറൊരു പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം വെള്ളം. എത്ര വെള്ളം കുടിക്കണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. സ്റ്റിൽ അറൌണ്ട് ഒരു 20 കിലോ ഉള്ള വെയിറ്റിന് 1 ലിറ്റർ വെള്ളത്തിനനുസരിച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കുന്ന ക്ലൈമറ്റ്, നമ്മുടെ ആക്ടിവിറ്റി പാറ്റേൺ, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും, അത് കൂടാതെ നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കുന്നു എന്നുള്ളതും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിന്റെ ഒപ്പം വെള്ളം കുടിക്കുന്നത് പൊതുവെ നല്ലതല്ല. എന്നാൽ മരുന്ന് കഴിക്കണം, സപ്ലിമെന്റ് കഴിക്കണം, ഒരു കുഴപ്പമില്ല. ബട്ട് എത്ര കുടിക്കുന്നു എന്നുള്ളത് അവിടെ മനസ്സിലാക്കുക. ഭക്ഷണത്തിന് തൊട്ടു മുമ്പ് വെള്ളം കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അത് എൻസൈംസിന്റെ ഡൈല്യൂഷന് വേണ്ടി ഒരുപക്ഷെ കാരണമാവും. മൂവ്മെന്റ് ആൻഡ് എക്സസൈസ്. നല്ലപോലെ അനങ്ങുന്ന, അതിപ്പം നമ്മുടെ വയറിന്റെ അനക്കം മാത്രമല്ല. ചില ആൾക്കാരുണ്ട് ബെല്ലി ഫാറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ബെല്ലി എക്സസൈസ് മാത്രം ചെയ്യുന്നത്. അങ്ങനെയല്ല. നമ്മുടെ ടോട്ടലുള്ള ആരോഗ്യം നമ്മുടെ ടോട്ടലുള്ള മസ്കുലാർ മൂവ്മെന്റ്സിന് അനുസരിച്ചാണ്. അങ്ങനെ ആ മസ്കുലർ മൂവ്മെന്റ് ശരിയാവണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് എല്ലാ ഭാഗത്തും നമ്മൾ കൊടുക്കണം. സൈക്ലിങ്ങും സ്വിമ്മിങ്ങും ആണ് പൊതുവെ ഈസിലി നമുക്ക് എല്ലാ ഭാഗങ്ങളും മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതിന് എനിക്കിപ്പോ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നട്ടലിന് സുഖമില്ല, അല്ലെങ്കിൽ കാലിന് സുഖമില്ല, കുഴപ്പമില്ല, ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ. സ്ട്രെച്ച് മീൻസ് നമ്മുടെ കൈയും കാലും സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് മൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഇൻ എ ചെയർ, അല്ലെങ്കിൽ അല്പമെങ്കിലും മുട്ടിന് സ്വാധീനം ഉണ്ടെങ്കിൽ നടക്കാൻ പോകണം, അല്ലെങ്കിൽ അങ്ങനെ ഹെവി ആയിട്ട് ജിമ്മിൽ പോകണം, ഒന്നും നിർബന്ധമില്ല. എന്താണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്? ഒരു 30 to 45 മിനിറ്റ്സ് നമുക്കത് ഒരു വീക്ക്ലി 5 to 6 ഡേയ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. ഇത് വയറിന്റെ ആരോഗ്യത്തിന്. സ്ലീപ്പ് ആൻഡ് റിലാക്സേഷൻ. ശരിക്കും സിർക്കാഡിയൻ റിതത്തിനെ പറ്റി നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിർക്കാഡിയൻ റിതം തെറ്റുമ്പോൾ നമ്മുടെ ചില ഹോർമോൺസിന്റെ മെലറ്റോണിനും അതുപോലെ തന്നെ കോർട്ടിസോളും ഇതിന്റെയൊക്കെ പ്രൊഡക്ഷനും അതിന്റെ ടൈമിങ്ങും ഒക്കെ വ്യത്യാസം വരുമ്പോൾ അത് നമ്മുടെ വയറിന്റെ ആരോഗ്യത്തിനെ ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 3-4 സ്ലൈഡിൽ ഓൾറെഡി ഞാനത് പറഞ്ഞു കഴിഞ്ഞു. സോ സിർക്കാഡിയൻ റിതം ഫോളോ ചെയ്യുക, അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണം പാറ്റേണും ഫോളോ ചെയ്യുക. ഇത് രണ്ടും ശരിയാവുമ്പോൾ വയറിന് തീർച്ചയായിട്ടും റിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. പൊതുവെ പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ റോഡ് എപ്പോഴാണോ നല്ല ട്രാഫിക് ഉള്ള ഒരു റോഡിൽ റിപ്പയർ വർക്ക് തുടങ്ങേണ്ടത്, ആ സമയത്ത് അറ്റ്ലീസ്റ്റ് ടെമ്പററി എങ്കിലും നമ്മൾ ആ ട്രാഫിക് ബ്ലോക്ക് ചെയ്യും. എന്നാലും മാത്രമേ അവിടെ റിപ്പയർ പോസിബിൾ ആവും, അല്ലെ? നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഭക്ഷണം ദഹിക്കാൻ എടുക്കുന്ന മേ ബി 2 to 6 hours, ആ 6 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയത്തില് നമ്മൾ പിന്നെയും
പുതിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ ഇടതടവില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരിസ്റ്റാൾസിസ് മൂവ്മെന്റിനെ അറിയില്ല, അയ്യോ ഇപ്പൊ റോഡ് ബ്ലോക്ക് ഉണ്ട്, പണി മുടക്കാണ്, അങ്ങനെ റിപ്പയർ ചെയ്യാൻ അവർക്കറിയില്ല. അത് ശരീരത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ നോക്കാതെ നമ്മൾ അതിനൊരു സിർക്കാഡിയൻ പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ ശരീരം സ്വന്തമായിട്ട് ചെയ്തോളും. മെഡിറ്റേഷൻ, ബ്രെയിൻ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരീരത്തിന്റെ ആകെത്തുകയായിട്ടുള്ള ആരോഗ്യത്തിന്. അത് ജസ്റ്റ് വയറിന് മാത്രമല്ല. സ്ട്രെസ് കുറക്കാം. സ്ട്രെസ് കുറക്കുന്നതിലൂടെ കോർട്ടിസോളും അതുപോലെ തന്നെ മറ്റ് ഹോർമോണുകളും കൺട്രോളിൽ ആവും. അപ്പൊ നമ്മുടെ റിയാക്ഷൻ മാറിയിട്ട് പ്രൊയാക്ഷൻ ആവും, റെസ്പോൺസസ് നോർമൽ ആവും. അവിടെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഈവൻ എല്ലാവർക്കും പല സിറ്റുവേഷനിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ തിരിച്ച് ആരോഗ്യത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ ഫാസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഭക്ഷണം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ടേസ്റ്റിന് ഒരു പ്രശ്നമില്ല, ടേസ്റ്റിന് വേണ്ടിയിട്ട് കഴിച്ചോളൂ. എന്നാൽ അതിന്റെ ഒന്നിച്ച് നേരത്തെ മൈൻഡ്ഫുൾ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു, അതിന്റെ ഒന്നിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേ ഭക്ഷണം തന്നെയാണ് നമ്മുടെ വയറിനകത്തുള്ള മൈക്രോബയോമിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ടോട്ടൽ ഗട്ടിന്റെ ഹെൽത്തിനെ ഈ ന്യൂട്രീഷൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇതേ ഫുഡ് മൈക്രോബ്സിനെ കൂടി വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളല്ലാതെ വേറെ ആരാ അവർക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുക? ഇൻ കേസ് അങ്ങനെ ഒട്ടും നമ്മൾ അതിനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഈ അൺഹെൽത്തി ബാക്ടീരിയ വളരെ കൂടുകയും ചെയ്യും. അത് ഈവൻ നമ്മുടെ ശരീരത്തിനെ പോലും അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. അവിടെയാണ് അത് പാത്തജൻ ആവുന്നത്. സോ പ്രധാനപ്പെട്ട ചില ന്യൂട്രീഷണൽ പാർട്ട് നോക്കുകയാണെങ്കിൽ, ഒന്ന് വെജിറ്റബിൾ പ്രോട്ടീൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മീറ്റിനെ പറ്റി. ടെമ്പററി ബേസിസിലെങ്കിലും നമ്മൾ ഈവൻ നമ്മുടെ പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മീറ്റ് പ്രോഡക്ട്സും അല്ലെങ്കിൽ നോൺ വെജ് പ്രോഡക്ട്സും ഒരു മേ ബി 7 to 10 days പ്രോഗ്രാമിലൊക്കെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഡ്രാസ്റ്റിക് ആയിട്ട് ആൾക്കാരിൽ ആ ഒരു വ്യത്യാസം കാണാറുണ്ട്. സോ വെജിറ്റബിൾ പ്രോട്ടീൻ ആണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം. രണ്ടാമത്തത് പ്ലാന്റ് ബേസ് ആയിട്ടുള്ള സെല്ലുലോസും മറ്റു ഫൈബർ കണ്ടന്റ്സും. നോൺ വെജ് പ്രൊഡക്ട്സിൽ ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഫൈബർ കണ്ടന്റ്സ്. സോ ഫൈബർ കണ്ടന്റ്സ് കൂടിയ സാധനങ്ങൾ നോൺ വെജ് കഴിക്കുന്നുണ്ടെങ്കിൽ നോർമൽ ലൈഫിലും ഇറ്റ്സ് ഓക്കെ, അത് വേണ്ടതാണ്. പക്ഷേ അതിന്റെ കൂടെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളായിട്ട് നമ്മൾ പ്രോട്ടീനും മറ്റ് സാധനങ്ങളും പ്ലാന്റ് ഐറ്റംസും മറ്റ് സാധനങ്ങളും ഈവൻ തവിടിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളും കൂടി ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒമേഗ 3 ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് നമ്മുടെ മൈക്രോബയോം ഉണ്ടാക്കും. പക്ഷെ മൈക്രോബയോമിന്റെയും അതുപോലെ തന്നെ ഈ ഒരു ഗട്ട് ഫ്ലോറ അതിന്റെ ടോട്ടലുള്ള ആരോഗ്യത്തിനും ഒമേഗ 3 വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫൈബർ ഇപ്പൊ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു ഫൈബറിനെ പറ്റിയിട്ട്. ഫൈബർ തന്നെ 2 തരത്തിലുള്ള ഫൈബർ ഉണ്ട്. ഒന്ന് സോലുബിൾ ഫൈബർ, രണ്ടാമത്തത് ഇൻസോലുബിൾ ആയിട്ടുള്ള ഫൈബർ. സോ സോലുബിൾ ഫൈബറിനെയാണ് ഫെർമെന്റ് ചെയ്തിട്ട് ഈവൻ ബാക്ടീരിയ ഫുഡാക്കി മാറ്റുന്നത്. ഇൻസോലുബിൾ ഫൈബർ ഫെർമെന്റ് ചെയ്താലും അതിനെ ആ ഒരു ലെവലിലേക്ക് മീൻസ് അവരുടെ ഭക്ഷണമായിട്ട് പൂർണ്ണമായിട്ട് അതിനെ മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ടെമ്പററി ബേസിസിൽ നമ്മുടെ ഫീക്കൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട്, മലം മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ വേസ്റ്റ് പ്രോഡക്ട്സിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് അത് കൂടുതൽ ഈസിയാണ്. വൈറ്റമിൻ ഡി ടെസ്റ്റുകൾ ഇപ്പൊ അടുത്തിടെ ആയിട്ട് വളരെ കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലും ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ ഇത്രയും വെയിലുണ്ടായിട്ട് ഇന്ത്യയിൽ തന്നെ വൈറ്റമിൻ ഡി ആണ് വളരെ കുറവെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ? തീർച്ചയായിട്ടും ഇതിന്റെ അവസ്ഥ എന്താ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വയറിന്റെ ടോട്ടൽ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പല ഹോർമോൺ പ്രൊഡക്ഷൻസും എൻസൈം പ്രൊഡക്ഷൻസും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കിഡ്നി ഹെൽത്തിന് വേണ്ടിയിട്ട്, ലിവർ ഹെൽത്തിന് വേണ്ടിയിട്ട്, ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ട്, ഹേർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ് ഈ വൈറ്റമിൻ. വൈറ്റമിൻ ഡി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറോൾ ആണ്, കൊളസ്ട്രോളിന്റെ ഒരു ഭാഗമാണ്. അവിടെ നിന്നാണ് അതിന്റെ പ്രൊഡക്ഷൻ വരുന്നത്. എന്നാൽ അതിനുശേഷം അത് ബയോ ആക്റ്റീവ് ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പല ചെയിൻസും ഉണ്ട്, പല റിയാക്ഷൻസും ഉണ്ട്, കെമിക്കൽ റിയാക്ഷൻസ്. ഈ റിയാക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ നടക്കുമ്പോൾ വൈറ്റമിൻ ഡി ശരീരത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ട്
വരും, പ്രത്യേകിച്ച് വയറ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ എന്ന് വേണമെങ്കിൽ പറയാം. ചില സമയത്തൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സർക്കാഡിയൻ റിതം ഫോളോ ചെയ്യുന്നതിനെ പറ്റിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണവും ഉറക്കവും നമ്മൾ ആ ഒരു പാറ്റേൺ അനുസരിച്ച് സൂര്യന്റെ പാറ്റേണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യാന്നുള്ളത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതിൽ നമുക്ക് വേണമെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇൻഡ്യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല, ടെമ്പററി ആയിട്ടും നമ്മുടെ ശരീരത്തിന് ഒരു ഗ്യാപ്പ് കൊടുക്കുക ഭക്ഷണത്തിന്റെ. ഇത് ശരീരത്തിൽ കൊടുക്കുന്ന ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുലാർ ഫങ്ഷൻസിനെ വളരെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഓട്ടോഫാജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യും. കൺട്രോൾഡ് വേയിൽ ഓട്ടോഫാജി നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും. ഓട്ടോഫാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അതിനെ റിമൂവ് ചെയ്യാൻ, മീൻസ് അത് പോയിസണസോ അല്ലെങ്കിൽ വേസ്റ്റോ ആവുന്ന സമയത്ത് അതിനെ റിമൂവ് ചെയ്യാൻ ശരീരം തന്നെ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. ഒരു കോശം മറ്റൊരു കോശത്തിന് വിഴുങ്ങുന്നു എന്ന് വേണമെങ്കിൽ വളരെ സിമ്പിൾ സെന്റൻസിൽ പറയാം. എവിടെയാണോ അൺവാണ്ടഡ് ഗ്രോത്ത് ഉണ്ടാവുന്നത്, എവിടെയാണോ അൺവാണ്ടഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുന്നത്, അവിടെയൊക്കെ ഈ ഒരു സെല്ലുലാർ ജങ്ക് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മാലിന്യ പദാർത്ഥങ്ങൾ കൂടി ചേരുന്നുണ്ടാവും. നമ്മളൊരു റൂമിൽ കയറി ചെല്ലുന്ന സമയത്ത് ആ റൂമില് വളരെ വൃത്തിയുള്ള ഒരു റൂം, അടിപൊളി നല്ല രീതിയിലുള്ള ഒരു റൂം. അപ്പൊ നമ്മള് കയറി ചെല്ലുമ്പോ ഒരു പക്ഷെ നമ്മുടെ പോക്കറ്റിൽ അറിയാതെ കൈയിട്ടു അവിടെ ബസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഈ ടിക്കറ്റ് നമ്മൾ എവിടെ കളയും? നമ്മളൊരു ഡസ്റ്റ്ബിൻ അന്വേഷിക്കും, അല്ലെങ്കിൽ തിരിച്ചു പോക്കറ്റിൽ തന്നെ നടും. അതേ സമയത്ത് അതേ റൂമിൽ തന്നെ ഒരു കോർണറിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട്, ബാക്കിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. ഒരു കോർണറിൽ മാത്രം കുറച്ച് വേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം ആ ഒരു ചവറ്റുകൊട്ടയിലോ അല്ലെങ്കിൽ ആ ഒരു ഡസ്റ്റ്ബിനോ മീൻസ് മറ്റ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നിടത്ത് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ആക്യുമുലേറ്റ് ചെയ്യും. ഇതുപോലെ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ വേർതിരിച്ച് അതിനെ ഒഴിവാക്കി കളയേണ്ടത് ആവശ്യമാണ്. അതിനെ ഓട്ടോഫാജി ഹെൽപ്പ് ചെയ്യും. അതിന് ശരീരത്തിന് സമയം കൊടുക്കുന്ന ഒരു മെത്തേഡായിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാറുന്നുണ്ട്. സോ അതിന് ബോഡിക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുക്കണമെന്ന് മാത്രം. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇവിടെ ഇനിയും അഡീഷണൽ ആയിട്ടും അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നമുക്ക് സംസാരിക്കാൻ പറ്റും. വളരെ ക്രിസ്പായിട്ട് എന്തുകൊണ്ട് ആവശ്യം, അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ ഗട്ടിന്റെ മൈക്രോബയോം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് എന്തൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുന്നു, അതൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു ആൻഡ് ബാക്ക് ടു ഫസ്റ്റ്. താങ്ക് യു സാർ. ഗട്ടിനെ കുറിച്ചും ഗട്ടിന്റെ പ്രധാനപ്പെട്ട ഹെൽത്തിനെ കുറിച്ചും എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെ ഗട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്നും നമ്മൾ ഒരുപക്ഷെ അത്ര കൃത്യമായി ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അതിനെ എത്രമാത്രം ശ്രദ്ധിക്കണം. മെന്റൽ ഹെൽത്ത് മുതൽ ശരീരത്തിലെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളാണെങ്കിലും എല്ലാ തരത്തിലുള്ള ഭാഗവും രീതികളുമായിട്ട് ബന്ധപ്പെടുന്ന വളരെ കൃത്യതയോടെ പരിപാലിക്കേണ്ട ഒരു ഭാഗമാണ് വയറ്. ഓക്കെ, തീർച്ചയായിട്ടും ഒരു ഡിസ്കഷനിലേക്ക് പോകാം. ലഹനാൻ സാർ തുടങ്ങും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആദ്യമേ ചോദിക്കാം. എന്തായാലും വളരെ വിശദമായിട്ട് എന്താണ് ഗട്ട് എന്നുള്ളത് തുടങ്ങിയിട്ട് അവന്റെ ഫങ്ഷൻസ്, അവനെ നമ്മൾ ദ്രോഹിക്കരുത് എന്നാണ് സനൽ സാറ് കൃത്യമായിട്ട് പറഞ്ഞത്. അവന് വേണ്ടത് മാത്രം കൃത്യമായിട്ട് കൊടുക്കുക, അവന് വേണ്ടത് കൊടുക്കുന്നത് നമുക്ക് കിട്ടാനാണ് എന്ന് ആലോചിക്കുക. സാറ് പറഞ്ഞു രോഗങ്ങളുടെ കലവറ തന്നെ ഈ ഘട്ടം. നമ്മുടെ കുടൽ ആ പ്രോസസ്സിങ്, ഇപ്പൊ എനിക്കറിയാം പല ആളുകളും ഒരു പിടി ഒരു ഉരുള ചോറെടുത്ത് അത് കറിയിൽ മുക്കി വിഴുങ്ങാൻ തുടങ്ങുന്നതിൻ്റെ കൂടെ 1/2 ഗ്ലാസ് വെള്ളവും കൂടി കൊടുക്കും. അവിടെ ദഹനപ്രിയകളുണ്ട്, പ്രക്രിയ ഉണ്ട്, വിഷമത്തിലാണ്. അപ്പൊ നമ്മൾ സാറ് പറയുന്നുണ്ട് 1/2 മണിക്കൂർ മുമ്പ്, ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുമ്പ് നിങ്ങൾ വെള്ളം കുടിക്കൂ.
ഭക്ഷണം എന്ന പ്രോസസ്സിന് ഇടയ്ക്ക് വെള്ളം കൊടുത്ത് ദഹനത്തെ ഉപദ്രവിക്കരുത്. ആഫ്റ്റർ ഫുഡ് ഹാഫ് ആൻ അവർ 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കും. അപ്പൊ നമുക്ക് മനുഷ്യർക്കുള്ള ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചെന്നാൽ അപ്പപ്പോ എന്തെങ്കിലും ഉണ്ടോ അത് അന്നേരം തീർക്കുക. പക്ഷെ പാവപ്പെട്ട ഗഡിനെ കുറിച്ച് ഒന്നും തന്നെ ആലോചിക്കുന്നില്ല. നാരുള്ള ആഹാരം കഴിച്ച് ഗട്ടിനെ രക്ഷിക്കണമെന്ന് വീണ്ടും സാറ് പറയുന്നു. ഈ നാരുള്ള ആഹാരം എന്താണെന്ന് വ്യക്തമാക്കുന്നു. വാഴയുടെ പിണ്ടിയും ചുണ്ടും ഒക്കെ തന്നെ ഈ നാരുള്ള ആഹാരം തന്നെയാണ്. പക്ഷെ പലർക്കും അതിൻ്റെ ടേസ്റ്റിലേക്ക്, ഇപ്പോൾ വാഴയുടെ പിണ്ടി, നല്ല പിണ്ടി, അതിൻ്റെ ഉള്ളിലുള്ള ആ പിണ്ടി കറി വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേക ടേസ്റ്റ് ഒന്നും പറയാനില്ല. പക്ഷെ നമ്മുടെ വയറിന്, നമ്മുടെ കുടൽ സംബന്ധമായ അസുഖങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് ഇത് സഹായിക്കുന്ന ഒരു മെഡിസിൻ ആയിട്ട് നാം അത് കഴിക്കുമ്പോൾ മറ്റു മെഡിസിൻസിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല. ഞാൻ നിർത്തുകയാണ്. ഗട്ട് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കേണ്ട ഒരു അവയവമായിട്ട് നമ്മൾ കണക്കാക്കണം. അതിനനുസരിച്ച് ഇതിനെ പരിപോഷിപ്പിക്കണം എന്ന് സാറ് പറഞ്ഞ വാക്കുകളോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് നിർത്തുകയാണ് സാർ. നന്ദി, നമസ്കാരം. നല്ല ഒരു ക്ലാസ് ആയിരുന്നു, നമുക്ക് വേണ്ട ഒരു ക്ലാസ് ആയിരുന്നു. ഓക്കെ സാബ് സാറേ. ഓക്കെ, പറയും സാർ, പറയും. ഗുഡ് ഈവനിങ്. സെനിൽ സാറിന്റെ ക്ലാസ് ഇന്നത്തെയും പോലെ വളരെയധികം വിജ്ഞാനപ്രദമായിരുന്നു, വളരെയധികം ഗുണപ്രദമായിരുന്നു. ടേക്ക് അവേസ് ഉണ്ട്. പ്രത്യേകിച്ചും നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന പല ധാരണകളെയും തിരുത്തി കുറിക്കുന്നതാണ്. ഈ ഗോതമ്പാണ് അരിയേക്കാൾ നല്ലത്, ഡയബറ്റിക്സ് ഉള്ളവർക്ക് അരിയേക്കാൾ നല്ലത് ഗോതമ്പാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഗോതമ്പിനകത്താണ് കൂടുതൽ ദോഷമെന്ന് എനിക്ക് സാറ് പറയാതെ പറഞ്ഞു. ഈ പറയുന്ന ഗ്ലൂട്ടോൺ എന്ന് പറയുന്ന സാധനം നമ്മുടെ, ഞാൻ വായിച്ചതനുസരിച്ച്, ഞാൻ കേട്ടതനുസരിച്ച് നമ്മുടെ പാൻക്രിയാസിനെ ഒത്തിരി നശിപ്പിക്കുന്നതാണ്. അതായത് അത് കൂടുതൽ ഈ പറയുന്ന ഗോതമ്പ് എന്ന് പറയുന്നത് കൂടുതൽ ഷുഗർ ഉണ്ടാക്കുന്നത് മാത്രമല്ല, നമ്മളെ ഷുഗർ ഇല്ലാതാക്കുന്ന ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന പാൻക്രിയാസിനെ അതിന്റെ സെൽസിനെ, സെൽസിനെ തന്നെ നശിപ്പിക്കുന്ന ഒന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വായിച്ചു. അപ്പൊ അതിനർത്ഥം അരിയേക്കാളും മോശമാണ് ഒരു ഡയബറ്റിക് പേഷ്യന്റിന് ഗോതമ്പ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ ഗോതമ്പ് കഴിച്ചാൽ കുഴപ്പമില്ലെന്ന് പറയാറുണ്ട്. ഇത് എത്രയായിട്ട് ശരിയാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. അതേസമയം നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം ഗോതമ്പാണ് കഴിക്കുന്നത്. സാർ പറഞ്ഞ ചില സമയത്ത് അവിടെ ഗോതമ്പാണ് അവർ ഇത് ചെയ്യുന്നതിന്, ഫാസ്റ്റിങ്ങിൽ ഗോതമ്പ് മാറ്റി നിർത്തുന്നത്. പക്ഷേ പൊതുവായിട്ട് അവരുടെ മേജറായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഗോതമ്പാണ്. എന്തുകൊണ്ട് അവർക്ക് എന്തായി നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ അത്രയും, സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ അത്രയും ഡയബറ്റീസ് ഉണ്ടാകാത്തത് എന്താണ്? അപ്പൊ അങ്ങനെ അവിടെ ഒരു സംശയമുണ്ട്. പിന്നെ മിൽക്ക് പ്രോഡക്ട്സിനെ കുറിച്ച് പൊതുവെ പുതിയ നല്ലതാണെന്നുള്ളതാണ് പറയുന്നത്. മിൽക്ക് പ്രോഡക്ട്സ് അത് അനിമൽ പ്രോട്ടീൻസ് ആണ്. അപ്പൊ അത് തീർച്ചയായും നല്ലതാണെന്ന് ഇപ്പോൾ സാർ പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് സംശയമുള്ളൂ. അതായത് പ്രത്യേകിച്ച് ഗ്ലൂട്ടോണിന്റെ കാര്യത്തിൽ, അരിയിൽ ഗ്ലൂട്ടോൺ ഉണ്ടോ? അത് ഗോതമ്പിൽ മാത്രമല്ലേ ഉള്ളൂ. എന്നിട്ട് ഗോതമ്പ് എന്തുകൊണ്ടാണ് അരി മാറ്റിയിട്ട് നമ്മൾ ഗോതമ്പ് കഴിക്കാറുണ്ട് ഡയബറ്റീസ് പോലെ? പ്രത്യേകിച്ച് അത് തെറ്റായ ഒരു ശീലമല്ലേ? സംശയം കൂടി എനിക്ക് ചോദിക്കാം. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴേ ഒരു ഫുഡ് അലർജിയും അതുപോലെ തന്നെ ഫുഡ് സെൻസിറ്റിവിറ്റിയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്ലൂട്ടൻ അലർജി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ചപ്പാത്തിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ, ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അന്ന് അലർജി ഉണ്ടായത്. അലർജി പല രീതിയിലായിരിക്കാം ശരീരത്തിൽ കാണിക്കുന്നത്. അപ്പൊ ആ സെൻസിറ്റിവിറ്റി എന്തുകൊണ്ടാണ് അത് തുടങ്ങിയത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ റിമൂവ് ചെയ്യണമെങ്കിൽ അത് മാറ്റണം. അതൊരു പാറ്റേൺ, പല ആൾക്കാരിലും ഭക്ഷണ പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മേ ബി 1 മാസത്തെ സമയം എടുക്കുമായിരിക്കും. എന്താണ് ഓരോ ദിവസം കഴിച്ചെന്ന് ഒന്ന് റെക്കോർഡ് ചെയ്യാം, ഡയറിയിൽ എഴുതുക. ഇത് എഴുതി വെച്ചിട്ട് എപ്പോഴാണ് അവർക്ക് ആ ഒരു അലർജി വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്ലൂട്ടൻ ആണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഗ്ലൂട്ടൻ അല്ല, ചിലപ്പോൾ പാലോ, എന്താണ് അവർക്ക് അലർജി ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതിന് ഗ്ലൂട്ടൻ ആണോ ഇപ്പൊ ഇവിടെയുള്ള മീൻസ് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഗ്ലൂട്ടന്റെ അലർജി കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയുള്ള പല ആൾക്കാരും ഈവൻ അവർ എണ്ണ പോലും ഉപയോഗിക്കുന്നത് മാറ്റേണ്ടി വരുന്നുണ്ട്. സാധാരണഗതിയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നമ്മള് കേരളത്തിലുള്ളവരാണ് കൂടുതൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ആന്ധ്ര ഭാഗത്തും ഒക്കെ ഈ ഗ്രൗണ്ട് നട്ട് ഓയിലൊക്കെയാണ്. പല സീഡ് ഓയിലും
അത് സൺഫ്ലവർ സീഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കടുക് ആയിക്കോട്ടെ, ഇതുപോലെയുള്ള സീഡ് ഓയിലുകൾ അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനാണ് പറയുന്നത്. അത് ഒഴിവാക്കിയിട്ട് ഈവൻ വെളിച്ചെണ്ണ അവർക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ അരി ഭക്ഷണം അവർക്ക് ഉപയോഗിക്കാം. ഈ രീതിയിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ടുള്ള റിസൾട്ടും കിട്ടുന്നുണ്ട്. അങ്ങനെ ക്രോണിക് ആയിട്ട്, പ്രത്യേകിച്ച് IBS പോലെയുള്ള, ഞാൻ ആ ഘട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗ അവസ്ഥകളിലേക്കൊന്നും പോയിട്ടില്ല. IBS പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഇറിറ്റബിൾ ബowel സിൻഡ്രോം. ഇതിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ അവര് പൂർണ്ണമായിട്ടും അവരുടെ ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂട്ടൻ ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് റിസൾട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം, ഗ്ലൂട്ടൻ നേരിട്ട് നമ്മുടെ പാൻക്രിയാസിനെ എഫക്ട് ചെയ്യുന്നില്ല. അത് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിനെ, ഒപ്പം തന്നെ ന്യൂട്രീഷണൽ അബ്സോർപ്ഷനെയും, അതിനുശേഷം ഗട്ട് ഇൻഫ്ലമേഷൻ ആവും. ഇൻഫ്ലമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വെല്ലിങ് വരിക എന്ന് പറയാം. ഓക്കെ. അങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുമ്പോൾ നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസ് നടക്കില്ല. നമുക്ക് ഇവിടെ ഒന്ന് ഒരു അടി കിട്ടിയിട്ട് പൊന്തി വന്നാലോ, അതല്ലെങ്കിൽ ഈവൻ ഒന്ന് പൊള്ളിയാലോ ഒക്കെ നമ്മുടെ നോർമൽ മൂവ്മെന്റ്സിന് റെസ്ട്രിക്ഷൻ വന്നില്ലേ ഈ ഒരു പോർഷനിൽ വന്നു കഴിഞ്ഞാൽ? അതുപോലെ തന്നെ നമ്മുടെ വയറിനകത്തുള്ള നോർമൽ പെരിസ്റ്റാൾസിക് മൂവ്മെന്റിനെയും അത് എഫക്ട് ചെയ്യും. അപ്പൊ ദഹനം പൂർണ്ണമായിട്ട് നടക്കില്ല, അല്ലെങ്കിൽ ആഗിരണം നടക്കില്ല. അത് നമ്മുടെ ടോട്ടൽ ആരോഗ്യത്തിനെ എഫക്ട് ചെയ്യും. അങ്ങനെയാണ് ഗ്ലൂട്ടൻ ഒന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്നാൽ അവിടെ ഫാസ്റ്റ് അബ്സോർബ് ചെയ്യാവുന്ന ഷുഗർ മോളിക്യൂൾസിനെ അത് കൂടുതൽ അബ്സോർബ് ചെയ്യും. ആ സമയത്ത് വയറിന് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യാൻ പറ്റും, കാരണം അവിടെ ആക്ഷൻ ഫാസ്റ്റ് ആണ്. ഓക്കെ. മറ്റ് ന്യൂട്രീഷൻ ആണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് അത് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് ശരീരത്തിനെ എത്തിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. അതുകൊണ്ട് അത് അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റു പല ഇഷ്യൂസിലേക്കും ഡയറക്ട്ലി ലീഡ് ചെയ്യും. ഗ്ലൂട്ടൻ ഒരു കാരണമാവാം. രണ്ടാമത് ഗ്ലൂട്ടൻ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ മൈക്രോബയോമിന്റെ ഹെൽത്തിനെയാണ്. അതിന്റെ ബാലൻസ് തെറ്റിക്കുകയും ചെയ്യും. ഓക്കെ. രണ്ട് സംശയവും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അരിഭക്ഷണത്തിനകത്ത് ഗ്ലൂട്ടൻ ഉണ്ടോ? ഇല്ല, ഇല്ല, അരിഭക്ഷണത്തിനകത്തില്ല. എന്നാൽ ചില വീറ്റ് കൂടാതെ ചില മില്ലറ്റ് വെറൈറ്റീസിലും ഉണ്ട്. ചില മില്ലറ്റ് വെറൈറ്റീസ്, എല്ലാ മില്ലറ്റിലും ഇല്ല. മില്ലറ്റിനെ പൊതുവെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. ഏതോ ഒരു മില്ലറ്റിൽ, അത് ഞാൻ മില്ലറ്റിനെ പറ്റി ഒരു സെഷൻ എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അതിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സബു സാറ് ഞാൻ തുടക്കത്തിൽ ഇല്ലായിരുന്നു, ഇവിടെ അതിഥിയുണ്ട്, ഞാൻ പറഞ്ഞിട്ട് വന്നത്. ടീച്ചർ സാറേ, സാറേ നമസ്കാരം. ശരിക്കും കുട്ടികൾക്കെല്ലാം ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ സാറ് നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു സാറേ. കാരണം അതില് പക്ഷികളെ പോലെ, അതായത് അതിരാവിലെ എഴുന്നേറ്റിട്ട് സന്ധ്യക്ക് വേഗം കൂടാനിരുന്ന പോലെ, അത് പണ്ടേ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഒരു 50% വീടുകളിൽ അത് നടക്കുന്നില്ല. പണ്ട് മണ്ണെണ്ണ വിളക്ക് ഊതിയിട്ട് പെട്ടെന്ന് കിടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പം സാഹചര്യം ഇതിങ്ങനെയുള്ള ഇത് കൂടിയിട്ടാകുമ്പോൾ കുട്ടികള് കുറെ രാത്രി വരെ ഭക്ഷണം പുറമെന്ന് കഴിക്കുന്ന ഒരു ശീലമാണ് ഇപ്പൊ ഉള്ളത്. അത് ആരോഗ്യത്തിന് എന്തായാലും വയറിന്റെ ആരോഗ്യത്തിന് എന്തായാലും ബാധിക്കും. പിന്നെ വെള്ളം കുടിക്കുന്നത്, വെള്ളം നല്ല രീതിയിൽ കുടിക്കണമെങ്കിൽ കുടിക്കുന്നതുകൊണ്ട് അത് കിഡ്നീനെ ബാധിക്കൂല എന്നുള്ള കാര്യത്തില് ഒരു മിനിറ്റ് സാറേ, കിഡ്നീനെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ള. ഞാൻ വെള്ളം കുടിക്കുന്ന കുറച്ച് കുറവായിരുന്നു സാർ. അതിന് ശിക്ഷയാണ് എന്റെ മോൾ ഇത് കൊണ്ടുതന്ന 2 ലിറ്ററിന്റെ ഈ ബോട്ടില്. ഇതിൽ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം വെള്ളം കുടിച്ചില്ലെങ്കിൽ കിഡ്നീനെ ബാധിക്കും പറഞ്ഞ് എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു. കാരണം വെള്ളം കുടിക്കാൻ എനിക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് വെള്ളം കുടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ സാറിപ്പം അത് ഒന്നും കൂടി അത് ക്ലിയർ ആക്കി തന്നു. പിന്നെ ഈ റിപ്പയർ നടക്കുമ്പം, കാരണം ഇപ്പൊ ചിലപ്പോ ലിവർ സിറോസിസ് വരുന്ന എല്ലാരും വിചാരം വെള്ളം അടിച്ചിട്ടാണ്, അതായത് കള്ളു കുടിച്ചിട്ടാണെന്നുള്ളത്. ശരിക്കും ലിവർ സിറോസിസ് എന്ന് പറയുമ്പോ, എന്റെ ഒരു ബന്ധു ഒരു സ്ത്രീ മരിച്ചിരുന്നു, ലിവർ സിറോസിസ് ആയിരുന്നു. അപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഹസ്ബൻഡ് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പം പാക്കറ്റ് ഭക്ഷണമായിട്ടാ വരിക. അധികം പാക്കറ്റ് ഭക്ഷണമായിട്ട് വരുന്നിട്ട് അവർ അതാ കഴിക്കുക. എനിക്ക് തോന്നുന്നത് ചിലപ്പോ അതെല്ലാം അവരെ ബാധിച്ചിട്ടുണ്ടാവുന്നു. നേരത്തെ അവര് മരിച്ചുപോയി.
പിന്നെ അമിതാഹാരം, അഹിതാഹാരം. അമിതാഹാരം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഭക്ഷണം നമ്മൾ വെറുതെ കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണിക്കൂറൊന്നും ഗ്യാപ്പ് ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പിന്നെ മണിക്കടലയോ എന്താ കപ്പലണ്ടി അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാലാ നീ ഇപ്പൊ ചായ കുടിച്ചത്, ഞാൻ ചായ കുടിച്ചതല്ലേ എനിക്ക് വേണ്ടെന്ന് ആരും പറയില്ല. അപ്പൊ ആ 2 മണിക്കൂർ അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഭക്ഷണം കഴിക്കുക. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളൊക്കെ വെറുതെ കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാർ പറഞ്ഞ പോലെ ഉണ്ടാവും. അതുപോലെ നമ്മള് സാറ് പറഞ്ഞല്ലോ ഉപവാസമാണെന്നുള്ളത്. ഉപവാസം നല്ല കാര്യമാണ് സാറേ. കാരണം ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഉപവസിക്കാൻ പറ്റിയാല് ഈ പ്രശ്നങ്ങൾക്ക് ഒരുപാട് ശമനം ഉണ്ടാവും. പിന്നെ ഉറക്കം എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ റിപ്പയറിങ് നടക്കുന്ന സമയമാണ് ഉറക്കം. നമ്മള് ബോഡിയില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബോഡി തന്നെ ശരിയാക്കിക്കോളും. അപ്പം വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഉറക്കത്തില് വളരെ ഗംഭീരമായിട്ട് അതൊക്കെ റിപ്പയർ നടന്നിരിക്കും രാവിലെ ആകുമ്പോൾ ഏകദേശം. പിന്നെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം സാറേ. ചിലവരെ ഭക്ഷണം കഴിക്കുന്ന രീതി നമ്മൾ കാണാറുണ്ട്. ഭക്ഷണം സദ്യയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മിങ്ങനെ ആരെയും ശ്രദ്ധിക്കൂല. സദ്യയൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നാൽ ജസ്റ്റ് ഒന്ന് ബന്ധുക്കളായിരിക്കൂലേ സദ്യക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഒന്ന് കഴിക്കുന്നവരുടെ ഇത് പിന്നെ ഒന്ന് മുഖത്ത് നോക്കുന്നതില് അയാൾ മാത്രമായിരിക്കും ആ ഭക്ഷണ സമയത്ത്. അതെല്ലാം അത് ഭയങ്കര സ്പീഡായിരിക്കും. ഭക്ഷണം സാറ് പറഞ്ഞ പോലെ തന്നെ ആസ്വദിച്ച് കഴിച്ചേക്കണം. പിന്നെ മെഡിറ്റേഷൻ സാറേ, മെഡിറ്റേഷൻ ഇത് നല്ലൊരു ഇതാണ്. കാരണം എല്ലാത്തിനും മെഡിറ്റേഷൻ വളരെ നല്ലതാണ്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നല്ല ക്ലാസ് ആയിരുന്നു സാറേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? സാറേ വെരി ഗുഡ് ക്ലാസ്. സാറേ എൻ്റെ ഒരു സംശയം, പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. അതായത് 7 മണിന് മുമ്പ് ഭക്ഷണം കഴിക്കണം, അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കണം, അതിനുശേഷം കഴിച്ചാല് ശരിയല്ല എന്ന് പറയുന്നതിൽ എന്താണ് വാസ്തവം? സാർ ഒന്ന് അതിന്റെ സംശയം തീർച്ചയായും. ഞാൻ നേരത്തെ കിടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ കിടക്കണമെങ്കിൽ ഭക്ഷണത്തിന് ഒരു 3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കാനും പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് നമ്മൾ കിടക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്കെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ 7 മണിക്ക് നമ്മൾ വീട്ടിലെത്തില്ല. ഇതിനൊന്നും ഒരു ഫാക്ട് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ബോഡി പല കാര്യങ്ങളുമായിട്ട് ഓൾറെഡി അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അതിലിപ്പം ഉദാഹരണത്തിന് ഇപ്പം സൂര്യൻ കിഴക്ക ഉദിക്കുന്നെന്ന് പറയുന്നത് ഞാനിവിടെ കണ്ണൂരിൽ നിന്ന് പറഞ്ഞാലും അവിടെ കോട്ടയത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ കിഴക്ക് തന്നെ ഉദിക്കുക. അത് ഫാക്റ്റ് ആണ്. അതേ സമയത്ത് ഞാൻ രാത്രി 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണോ എന്ന് ചോദിക്കുന്നത് എന്നെ സംബന്ധിച്ച് പോലും ഇന്നും നാളെ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം. ബട്ട് നമ്മൾ മാക്സിമം ചെയ്യുന്ന, അതിനാണ് ഞാൻ നേരത്തെ ഒരു മോഡറേഷൻ ഈസ് ദ കീ എന്ന് പറഞ്ഞത്. നമ്മൾ മാക്സിമം ചെയ്യുന്ന കാര്യങ്ങൾ, റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ഹാബിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ ഹാബിറ്റ് ആണ് നമ്മുടെ ഹെൽത്ത് ഹാബിറ്റ്സിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ കൃത്യമായിട്ട് 7 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്കും 7:15 ഇടയിലോ ഭക്ഷണം കഴിച്ചു തീർക്കണം എന്നുള്ള ഒരു പെർമനൻസി കൊണ്ടുവരാതെ ഏർലി ഡിന്നർ എന്നുള്ളത് ഒരു ശീലമാക്കുക. പല ആൾക്കാരും ലേറ്റ് ആയിട്ട്, ഞാനിപ്പോ ഒത്തിരി കൺസൾട്ടേഷൻസ് റീസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പല ആൾക്കാരും വൈകുന്നേരം 4 മണിക്കോ അല്ലെങ്കിൽ 5 മണി ആകുമ്പോഴേക്കും തന്നെ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ തന്നെ ചായ കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മക്കള് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ വീട്ടിലെത്തുന്ന സമയത്തോ എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടാവും, അത് കഴിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് പെട്ടെന്ന് വിശക്കുന്നില്ല. ചിലപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ 8:30, 9, 9:30 ഒക്കെ ആവും. ഇതാണ് ഒരു നോർമൽ പാറ്റേൺ. 10, 10:30 ആവുന്ന ആൾക്കാരെ അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, സോ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആവുന്നത് എങ്കിൽ ഈ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഭക്ഷണം കഴിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവിടെ ഒരു ഇതിന്റെ ഏറ്റവും നല്ല സയൻസ് ഇതാണ്. രാത്രി നിങ്ങൾ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഈവൻ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാവും. കാരണം ഫാസ്റ്റിംഗ് ബ്ലഡ് ടെസ്റ്റിന് 11 to 12 hours ഫാസ്റ്റിംഗ് ആവശ്യമുണ്ട്. ഈ 11 to 12 hours നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? 9 മണിക്കോ 10 മണിക്കോ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് രാവിലെ 9 മണിക്കാണ് അയാൾ പിന്നെ ഫാസ്റ്റിംഗ് എടുക്കേണ്ടത്. അതിനുശേഷം എപ്പോൾ അയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓഫീസിൽ പോകും അല്ലെങ്കിൽ നോർമൽ റൂട്ടീനിലേക്ക് വരും? നോർമലി നമ്മുടെ ശീലം ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാള് രാവിലെ 6 മണിക്കോ 5:30-ക്കോ
ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ അവര് 5:30 നടക്കാൻ പോകുന്നു, നടന്നു വന്നിട്ട് 6:30 ആകുമ്പോഴേക്ക് ചായ കുടിക്കുന്നു. വ്യായാമത്തിന് ശേഷം ചായ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങൾ വളരെ മോശമാണ്. അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ നോർമൽ മെറ്റബോളിസത്തിനെ വളരെ മോശം രീതിയിൽ ബാധിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? സാറേ Yes, ഈ sir. പിന്നെ ഞാൻ നേരത്തെ കഴിക്കാറുണ്ട് സാറേ. ഞാനിങ്ങനെ മറ്റു പലരും ഇങ്ങനെ പറയും, ഗൾഫിലൊക്കെ പോയപ്പോ അവിടെയൊക്കെ എല്ലാവരും 10:30 കഴിക്കുക, 10:30, 11 മണിക്കൊക്കെ. അപ്പൊ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നി തെറ്റല്ലെന്ന്. അപ്പൊ ഇല്ല അമ്മ, എല്ലാരും ഇങ്ങനെ അങ്ങ് ശീലമായാലേ. ഇപ്പൊ സാർ പറഞ്ഞാൽ അത് നമ്മളെ ഒരു ബോഡി അങ്ങ് ഹാബിച്വേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ രക്ഷയില്ലാന്ന് പറഞ്ഞു അവർക്കല്ലോ. നമ്മുടെ ശീലങ്ങളെ സ്വാധീനിക്കുന്നത് നമ്മുടെ എൻവയോൺമെന്റ് ആണ്, നമ്മുടെ പരിതസ്ഥിതി. ഇതിനനുസരിച്ച് കംപ്ലീറ്റ് മാറും. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഹോസ്റ്റൽ ലൈഫ് ഒന്ന് നോക്കിയാൽ മതി. കുട്ടികളുടെ ഹോസ്റ്റൽ ലൈഫ്, അവിടെ ഭക്ഷണത്തിനൊരു സമയം വെച്ചിട്ടുണ്ട് അല്ലെ? 8:30 ആകുമ്പോഴേക്ക് മെസ്സ് ക്ലോസ് ചെയ്യും. എന്തിനാ അത്? ആരെങ്കിലും മുമ്പ് ആരോ മീൻസ് ഫോറിനർ ഇന്ത്യയിൽ വന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു സിസ്റ്റം അതുപോലെ ഫോളോ ചെയ്യല്ല ചെയ്യുന്നത്. ആക്ച്വൽ 7:30 to 8:30 അല്ലെങ്കിൽ മാക്സിമം 8:30 ഭക്ഷണം കഴിക്കുന്നത് അവരുടെ ടോട്ടൽ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യും. മെസ്സിൽ ആവുന്ന സമയത്ത് അവരുടെ ഫാമിലി പോലും അവരെ നോക്കാനില്ല. അതിന് കുറെ സൈക്കോളജിക്കലും അറിയപ്പെടാത്ത കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, ഹെൽത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അവിടെ ആർക്കും പരാതിയില്ല. ആരെങ്കിലും പറയുന്നുണ്ടോ ഞാൻ ഇന്ന് 8:30 നേരത്തെ ഭക്ഷണം കഴിക്കേണ്ടി വന്നു എന്ന്? ഇല്ല. എന്തുകൊണ്ടത്? നമുക്കറിയാം ഹോസ്റ്റൽ ലൈഫ് അങ്ങനെയാന്ന്. അതുകൊണ്ട് നമ്മളൊക്കെ അതിനെ ഓൾറെഡി അബ്സോർബ് ചെയ്തു. അതാണ് ശീലം എന്നുള്ളത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. അതേ സമയത്ത് നമ്മൾ ഈ ഫോറിൻ കൺട്രിയിലത്തെ ഭക്ഷണം ഗൾഫിൽ ഭക്ഷണം കുറെ ലേറ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. അത് നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. എൻവയോൺമെന്റ് ഇത്രമാത്രം എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽത്തി എൻവയോൺമെന്റ് നമ്മുടെ വീട്ടിലെങ്കിലും ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. ബാക്കിയുള്ളവർ എന്തോ ചെയ്തോട്ടെ. Yes, sir. Thank you, sir. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ? സാറേ ഒരു ചോദ്യം. സാറേ നമ്മൾ ആ. ഈ ഷവർമ എന്ന് പറയുന്ന ഭക്ഷണം അത് എത്രത്തോളം ദോഷകരമാണ്, അല്ലെങ്കിൽ അതിന് ഹെൽത്ത് ആയിട്ട് ഗുഡ് ആണോ, അല്ലെങ്കിൽ അതിന്റെ ഒന്ന് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാമോ സാറേ? സാർ അതിനെ പറ്റി അത് ഭക്ഷിച്ചിട്ടുണ്ടോ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് അതിനെപ്പറ്റി ഒന്ന് പറയാമോ സാറേ? ഭക്ഷണം നമ്മൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ് കഴിക്കുന്നത്. ഈ താല്പര്യങ്ങൾ ഇപ്പൊ അടുത്ത കാലത്താണ് മാറാൻ തുടങ്ങിയത് അല്ലെ? നമ്മുടെ ശീലങ്ങളൊക്കെ വല്ലാതെ മാറിയിട്ട് ഇപ്പൊ ഈ ഷവർമയൊക്കെ നമ്മൾ അടുത്ത കാലത്തല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൂടുതലായിട്ട് അറിഞ്ഞത്. ഈവൻ ഷവർമ തന്നെ ആക്ച്വലി മോശമല്ലെന്നും ഷവർമയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് ചില ഇൻഗ്രീഡിയൻസ് അതിലാണ് പെട്ടെന്ന് സാൽമണല്ല പോലെയുള്ള ബാക്ടീരിയാസിന്റെ ആധിക്യം ഉണ്ടാവുന്നതും അത് പോയിസണസ് ആവുന്നതും എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. മീൻസ് അതൊക്കെ ഓൾറെഡി ആരോഗ്യ പ്രവർത്തകർ വളരെ നന്നായിട്ട് പഠിച്ചിട്ട് അതിനെപ്പറ്റി എഴുതിയതാ. ചിക്കൻ നല്ലതാണ്, ഓക്കെ. ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്ന രീതി അത് മോശമാണെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഞാനത് യൂസ് ചെയ്തിട്ടല്ല പറയുന്നത്, പക്ഷെ ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക അതില്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആരോഗ്യം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള ഭക്ഷണമാണെങ്കിൽ മോഡറേഷൻ ഈസ് ദ കീ. നമുക്കറിയാം ചില ഭക്ഷണങ്ങൾ അനാരോഗ്യകരമാണെന്ന് നേരിട്ട് അറിയാം. ചിപ്സ് എളുപ്പത്തിൽ പറഞ്ഞുതരാം. ചിപ്സ് അല്ലെ, ചിപ്സ് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. അത് പണ്ട് ചിപ്സ് കത്തിച്ചിട്ട് അതിൽ നിന്ന് കുറെ എണ്ണ 50 തുള്ളി എണ്ണ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് അതിനെപ്പറ്റി ഇത്രയും സംശയമായി തുടങ്ങിയത്. പക്ഷെ ചിപ്സ് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ്? ചിപ്സ് ഹെൽത്തി ആണെന്ന് വിചാരിച്ചോ? 50 തുള്ളി എണ്ണ നിങ്ങൾ മറന്നേക്കും. പക്ഷെ ചിപ്സ് ഉണ്ടാക്കുന്നത് ഇത്രയും എണ്ണ ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒരുപാട് ഗുണം ചെയ്യില്ല. മോഡറേഷൻ ഈസ് ദ കീ. നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കുന്ന രീതി മോശമാണെങ്കിൽ ഷവർമയ്ക്ക് ഉപയോഗിക്കുന്ന അതിന്റെ മീൻസ് ഒരു റൊട്ടി ടൈപ്പ് അതിന് കവർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ സാധനം പ്യൂർ മൈദയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ
മൈദ നല്ലതല്ല എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലതാണോ അല്ലയോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ, മോഡറേഷൻ ഇസ് ദ കീ. സംശയം എവിടെയുണ്ടോ അവിടെ അതിലേക്ക് കൂടുതൽ അട്രാക്ട് ആവാതിരിക്കുക. അതായിരിക്കും ഏറ്റവും എളുപ്പത്തിലുള്ള ഉത്തരം. കാരണം സാറിപ്പം ഷവർമയെ പറ്റി ചോദിച്ചു. പല ആൾക്കാർക്കും പലതിനെ പറ്റി ഇതുപോലെ സംശയങ്ങൾ ഉണ്ടാവാം. ഓരോരുത്തരും അവരവര് ചിലപ്പോൾ കഴിച്ച ടേസ്റ്റ് ചെയ്ത ഭക്ഷണത്തിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. ഇറ്റ്സ് ഓക്കെ. ആ പലതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ മതി. ഇത് ദിവസവും കഴിക്കില്ല, അല്ലെങ്കിൽ ഇതെന്റെ ഡെയിലി ഫുഡിലേക്ക് വരില്ല, ഇത് മാത്രം കഴിച്ചിട്ട് ഇന്നത്തെ ഭക്ഷണം ഞാൻ തീർക്കില്ല, അവിടെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫൈബർ ആണ്. ഫൈബർ അത്യാവശ്യം കഴിച്ചിട്ട്, ക്യാരറ്റോ അല്ലെങ്കിൽ കക്കിരിക്കയോ ഒക്കെ കൂടുതൽ കഴിച്ചിട്ട് അതിനുശേഷം ഷവർമ കഴിച്ചോ. ഇറ്റ് ഹെൽപ്സ്. സാറേ, ഞാൻ ഷവർമയെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ 30 വർഷം ഏകദേശം മിക്കവാറും എല്ലാ ദിവസവും എൻ്റെ അത്താഴം ഒരു ഷവർമയാണ്. ഷവർമ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് എൻ്റെ ഒരു ഡയറ്റിങ്ങിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു. ഞാൻ 30 വർഷം കണ്ട് ഏകദേശം എല്ലാ ദിവസവും എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഈ ഷവർമ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഷവർമ എന്ന് പറയുന്നത് അത് പലപ്പോഴും പഴക്കം ചെന്നതാണ്. ഇന്നുണ്ടാക്കി നാളെ ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് അത് ചീത്തയാകുന്ന, എന്താ പറയുക, അതിന്റെ ഈ പറയുന്ന ചിക്കനൊക്കെ ചീത്തയാകും. അതേസമയം ഫ്രഷ് ആയിട്ടുള്ള ഷവർമ വളരെ നല്ലതാണ്, വളരെ ആരോഗ്യപരമായിട്ടുള്ളതാണ്. കാരണം അതിൻ്റെ അകത്ത് ഈ പറയുന്നതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, മോശമായ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അത് ഇങ്ങനെ തീയിൽ വേകുന്നതുകൊണ്ട് യാതൊരു വിധമായ കണ്ടാമിനേഷനും ഇല്ല. പക്ഷെ അത് നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നീ ഉണ്ടാക്കുന്ന രീതി ടർക്കിഷ് ഷവർമ എന്നാ പറയുക. ടർക്കിഷ് ആണ് ഇതിന്റെ ഒറിജിനൽ. അവിടെ ഞാൻ വർക്ക് ചെയ്ത അവിടെ ടർക്കികളാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ മലയാളികൾ ഉണ്ടാക്കിയ ഷവർമ കൊള്ളത്തില്ല. അവിടെ പോലും മലയാളികൾ ഉണ്ടാക്കുന്ന ഷവർമ നിങ്ങൾ കഴിക്കാറില്ല. അപ്പൊ ഇവിടെ മലയാളികൾക്ക് ഷവർമ ഉണ്ടാക്കാൻ അറിയില്ല. മാത്രമല്ല അവര് ഇന്ന് ചിലവാക്കുന്ന സാധനം അതേപടി എടുത്ത് അടുത്ത ദിവസം എടുത്ത് വെക്കും. ഇവിടെ നമുക്കറിയാലോ, ചിക്കനൊക്കെ എടുത്ത് അടുത്ത ദിവസം കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ചീത്ത. അങ്ങനെയാണ് പലരും ഷവർമ ഇപ്പൊ ശവമാക്കുന്ന ഷവർമ എന്ന് വിളിക്കാറുണ്ട്. കാരണം പലരും മരിക്കുകയുണ്ടായി. ഷവർമ എന്ന് പറഞ്ഞാൽ ഇന്നീറ്റ് നല്ല ഭക്ഷണമാണ്. ഇത് ടർക്കിഷ് ഒറിജിനലുള്ളതായൊരു ഇറ്റാലിയൻ ടർക്കിഷ് ഒക്കെ ഒറിജിനലാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാക്കുന്ന രീതിയും അത് ഉപയോഗിക്കുന്ന രീതിയുമാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും കച്ചവട താല്പര്യത്തോടു കൂടി അത് ചെയ്യുമ്പോഴാണ് മോശമാകുന്നത് എന്റെ അഭിപ്രായം. അതാണ് മലയാളികളുടെ മുഖമുദ്ര. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ഗോകുമാർ സർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, മനുഷ്യൻ സസ്യബുക്കാണ്. മാംസമൊന്നും ആഹാരം മനുഷ്യന് പറ്റുന്നതല്ല. പക്ഷെ എന്നിരുന്നാലും മാംസം കഴിക്കുന്നതിന് കൂടെ നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് പലപ്പോഴും ദോഷം ചെയ്യുന്നത്. ഉദാഹരണം ഇപ്പൊ ചിലർ ചെയ്യുന്നുണ്ട്, തൈരും മീനും ഇറച്ചിയും കൂടെ ചേർത്ത് കഴിക്കുന്നുണ്ട്. മീനിന്റെ കൂടെ തൈരും കൂടെ ചേർത്ത് കുഴച്ച് കഴിക്കുന്ന പലരും ഉണ്ട്. അത് വളരെ ദോഷമാണ്. തൈരും മീനും വിരുദ്ധാഹാരമാണ്. ഇതുപോലെ വിരുദ്ധാഹാരങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ ഉഴുന്നിന്റെ കൂടെ, ദോശയുടെ കൂടെ എടുത്ത് ഇറച്ചി കഴിക്കുന്നത്, മീൻ കഴിക്കുന്നത് വിരുദ്ധാഹാരമാണ്. ഇപ്പൊ കോഴിക്കോടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നാൽ ഇഡ്ഡലിയോ ദോശ കൊണ്ട് വെച്ചിട്ട് ഇറച്ചി വേണോ മീൻ വേണോ ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴേ നമുക്ക് ദേഷ്യം വരുന്നത്. അങ്ങനെയുള്ള, പക്ഷെ രോഗികൾ ഏറ്റവും കൂടുതൽ വരുന്നതും ഇവിടെ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ വരുന്നതും കോഴിക്കോട്, കണ്ണൂരുള്ളവരാണ്. കാരണം രോഗം ഉണ്ടാക്കാൻ കാരണക്കാര് നമ്മൾ തന്നെയാണ്. നമ്മുടെ ആഹാര രീതിയാണ് നമുക്ക് രോഗം വെക്കുന്നത്. ഏതായാലും ഏറ്റവും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അടുത്തത്. വളരെ സിമ്പിളായിട്ട് സാർ എടുക്കാൻ സാധിച്ചു. ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമല്ല, എങ്കിലും കുറെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുക്കാൻ സാധിച്ചു. നല്ല കാര്യം. നന്ദി, നമസ്കാരം. കൂടുതലൊന്നും പറയുന്നില്ല. ജോർജ് സാറിന് വല്ല മനസ്സിലായോ നോക്കട്ടെ. താങ്ക് യു സാർ. സനൽ സാറേ, പതിവ് പോലെ വാസ്തവത്തിൽ ഇപ്പൊ ഗോപകുമാർ സാറ് പറഞ്ഞതുപോലെ സാറ് പറഞ്ഞതിന്റെ മറ്റൊരു രൂപം തന്നെയാണ്. നമ്മൾ നേരെപാടിന് ജീവിക്കുകയാണെങ്കിൽ വൈദ്യന്മാർക്ക് ഒരു പ്രസക്തി ഈ നാട്ടിലില്ല. അങ്ങനെ പണ്ടാരോ പറഞ്ഞല്ലോ, മനുഷ്യൻ നന്നായി ആരോഗ്യത്തോടെ നല്ല ഭക്ഷണശീലം സ്വീകരിച്ചാൽ ഡോക്ടർമാർ വയലിൽ പണിക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു വരും. സാറ് പറഞ്ഞപ്പോൾ ഓരോ കാര്യം ഇത് തന്നെ ഓർക്കും. നമുക്ക് ഇൻടോളറൻസ് ആയിട്ടുള്ള ആ ഹാബിറ്റ് നമ്മൾ മാറ്റണം. അതേതാന്ന് തിരിച്ചറിഞ്ഞറിയണം. 1 മാസത്തെ ഒബ്സർവേഷൻ അതിനുവേണ്ടി നടത്തിയ ഡയറി കുറിച്ചിട്ടാലും നല്ലതാന്ന് പറഞ്ഞു. ഞാനത് ശ്രദ്ധിക്കുമായിരുന്നു. പല ഭക്ഷണവും വാസ്തവത്തിൽ വീട്ടിൽ ഭക്ഷണം നിയന്ത്രിക്കുന്ന ആരാ? TV-കാരൻ. മക്കളത് കണ്ട് മക്കളത് പറഞ്ഞ് അത് തന്നെ അവര് മേടിക്കുകയോ അവര് കൊണ്ടുവരികയോ അതിന് നിർബന്ധിക്കുകയോ ചെയ്യുമ്പോൾ പിന്നെ വീട്ടിലെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അതിലേക്ക് മാറുക. അത് പിന്നെ ഹാബിറ്റ് ആകുന്നു.
നമ്മൾ ക്രമേണ ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ പോലെയാവും എല്ലായിടത്തും നടക്കുന്ന കാര്യം. പക്ഷെ ആർക്കും ഇത് എത്ര തിരിച്ചറിഞ്ഞാലും തിരുത്താൻ പറ്റുന്നുമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണല്ലോ നമ്മുടെ ആശുപത്രികൾ ഇങ്ങനെ പെരുകുന്നു. ചികിത്സിക്കും തോറും അവര് പെരുകും, അവര് വളരുന്നു. രോഗിയുടെ പോക്കറ്റേ കാര്യമാവുന്നുള്ളൂ. ബാക്കി ഒരിടത്തും ലോഭം ഉണ്ടാകുന്നില്ല. എല്ലാവർക്കും ലാഭമേ ഉള്ളൂ. എനിക്കങ്ങനെ തോന്നുന്നു. എന്തായാലും സാറിന്റെ ക്ലാസ് ഓരോ ദിവസവും കണ്ണ് തുറപ്പിക്കുന്ന ചിലതൊക്കെ ഞാൻ വീണ്ടും എടുത്തിട്ട് കഴിഞ്ഞ ദിവസം സാറിനോട് ചോദിച്ചു, ഈ കൃത്യമായിട്ട് നമുക്ക് ക്ലാസ് പഴയതൊന്നും നോക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം യൂട്യൂബിലെന്ന് ചോദിച്ചു. ഞാൻ അതിന്റെ ടെക്നിക്കോട് ചോദിച്ചറിയും. കാരണം വെച്ചാൽ ചിലപ്പോൾ ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ വീണ്ടും കേൾക്കണം. അന്ന് മുഴുവൻ കേട്ടത് ശരിയായോ ഒന്നോടെ കേൾക്കണമെന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ട് പലപ്പോഴും. വളരെ യൂസ്ഫുൾ ആയിരുന്നു സാർ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്നേ പറയാനുള്ളൂ. കാരണം അതിന്റെ പുണ്യം കിട്ടും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സാർ. ഒരാൾക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ സാർ വൺസ് അഗൈൻ അടുത്ത സെഷനും കുടലുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്ന് വിചാരിക്കാം അല്ലെ, ഇതിന്റെ കണ്ടിന്യൂറ്റി. ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ടല്ലോ. തീർച്ചയായും ഇന്നത്തെ വിഷയവും ഇതിന് മുമ്പുണ്ടായിരുന്ന വിഷയമൊക്കെ വളരെ മനോഹരമായിരുന്നു. ഒത്തിരി ഇൻഫോർമേറ്റീവായി. ജോർജ് സാർ പറഞ്ഞ പോലെ ഇതൊക്കെ കേട്ട് ആരെങ്കിലുമൊക്കെ നന്നായാൽ തീർച്ചയായും ഒത്തിരി ഗുണപ്രദമാണ്. ഹോളിസ്റ്റിക് ആയിട്ട് മനുഷ്യനുള്ളിടത്തോളം ഭക്ഷണമുള്ളിടത്തോളം കാലം ഇത് ഇങ്ങനെ മുന്നോട്ട് പോകും. ഓരോ ദിവസം കേൾക്കുമ്പോൾ വളരെ പുതുമയുള്ള വിഷയമാണ്. പക്ഷെ കേട്ടതിന് ശേഷം ഇതൊക്കെ മറന്നുപോകും എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പൊ താങ്ക് യു സാർ, വളരെ മനോഹരമായിരുന്നു. താങ്ക് യു, എല്ലാവർക്കും നന്ദി. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു ഓൾ.